പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു അഷ്റഫ് വന്നിട്ട് പറയുന്നുണ്ട് കള്ളത്തിയാണെന്ന്. അഷ്റഫ് അവിടെ നിൽക്കണേ, പോകല്ലേ. ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ, അതായത് 1 മണിക്കൂറൊന്നും വേണ്ട, 1 മിനിറ്റ് തന്നെ മതിയാകും. കള്ളമാണോ സത്യമാണോ എന്ന് തെളിയിക്കാൻ കുഴപ്പമില്ല. അഷ്റഫ് പോയിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന കളവുകൾ ഒന്നിനൊന്നായി നിങ്ങൾക്ക് ക്രോസ് ചെയ്യാം. ഞാൻ ആ തമ്പനയിലിനകത്ത് വിളിക്കാവുന്ന നമ്പർ ഇട്ടിട്ടുണ്ട്. വാട്സപ്പ് കോളേ പറ്റൂ. 11 മണി മുതൽ 12 മണി വരെ വിളിക്കാൻ പറ്റുന്ന നമ്പർ. ഓക്കെ, അപ്പോൾ കോൾ വരുന്നുണ്ടോ നോക്കട്ടെ. പോകരുത് കേട്ടാ, അവിടെ നിൽക്ക്. എന്നിട്ടേ നമുക്ക് എന്തെങ്കിലും കള്ളുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്താലോ. കളവാണ് പറഞ്ഞതെങ്കിൽ ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ ഇത് കള്ളമാണ് എന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാനുള്ള ഒരു സാഹചര്യമാണല്ലോ കിട്ടുന്നത്. ഒരു കാരണവശാലും ആ സാഹചര്യം നിങ്ങൾ ഇല്ലാതാക്കി കളയരുത്. ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഇബിലീസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അള്ളാഹു ആണോ മെച്ചം, ഇബിലീസ് ആണോ മെച്ചം? ഖുർആനിൽ നിന്നും ഞാൻ അള്ളാഹു എന്താണ് എന്ന് പറയുന്ന വചനങ്ങളും ഇബിലീസ് എന്താണ് എന്ന് പറയുന്ന വചനങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അള്ളാഹുവും ഒരുപോലെ തന്നെ, പിശാചും ഒരുപോലെ തന്നെ. അള്ളാഹു നരകത്തിലേക്ക് മനുഷ്യനെയും ജിന്നിനെയും വലിച്ചിഴച്ചു കൊണ്ടുവരും, പിശാചും കൊണ്ടുവരും. അള്ളാഹു വഴിപിഴപ്പിക്കും, പിശാചും വഴിപിഴപ്പിക്കും. അങ്ങനെ തുടങ്ങി അള്ളാഹുവിനെ സംബന്ധിക്കുന്ന, അള്ളാഹു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇബ്ലീസും ചെയ്യുമെന്ന് ഖുർആൻ തന്നെ സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഖുർആൻ വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും അള്ളാഹുവിനേക്കാൾ എത്രയോ മനുഷ്യത്വമുള്ള കാരുണ്യവാനാണ് ഇബ്ലീസ് എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ഖുർആൻ വചനങ്ങളും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇബ്ലീസിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, മക്കയില് ഇബ്ലീസിനെ കല്ലെറിയുന്ന ഒരു ചടങ്ങുണ്ട് ഹജ്ജ് വേളയിൽ. ഈ ഹജ്ജ് കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാന കർമ്മമാണ് ജംറയിലെ കല്ലേറ്. ജംറയിൽ ഇബ്ലീസ് ഉണ്ടോ? ഈ കല്ലെറിയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് എന്ന് ലക്ഷക്കണക്കിന് പണം ചിലവഴിച്ച് മോക്ഷം വാങ്ങുന്നതിന് വേണ്ടി, സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടി അവിടെ എത്തുന്ന ആളുകൾക്ക് അറിയില്ല. ഇബ്ലീസിനെ കല്ലെറിയാൻ വേണ്ടിയിട്ട് ഈ തിക്കിലും തിരക്കിലും പെട്ടിട്ട് പണവും ചെലവഴിച്ചു പോകുന്ന ആളുകൾക്കൊന്നും ഇതിനെ സംബന്ധിച്ച് ഒരു ബോധവുമില്ല. സ്വർഗം കിട്ടും, അതിന്റെ റിസർവേഷൻ ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഇവരിത് പോകുന്നത്. സ്വന്തം മകനെ കഴുത്തറുത്ത് അള്ളാഹുവിന് സമർപ്പിക്കാൻ, ബലി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു സ്വാർത്ഥമതിയായ, ഒരു മാനസിക രോഗിയായ, കാരണം സ്വപ്നം കണ്ടിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്, ആ മനുഷ്യനോട് കൊല്ലരുതേ, അത് നിന്റെ മകനാണ് എന്ന് അപേക്ഷിച്ചു പോയി എന്നതാണ് 1400 കൊല്ലങ്ങളായി ഇബ്ലീസിനെ വിശ്വാസികൾ കല്ലെറിയാനുള്ള പ്രധാനപ്പെട്ട കാരണം. കോടിക്കണക്കിന് വിശ്വാസികൾ വർഷാവർഷം കല്ലെറിയുന്നു. ഇത്രയും കല്ലേറ് കൊള്ളാൻ ഇബ്ലീസ് ചെയ്ത തെറ്റെന്താ? നിന്റെ മോനാടാ ഇബ്രാഹിം, ഇത് കൊല്ലല്ലടാ, അത്രയേ ഉള്ളൂ. ഒരിടത്തിരുന്ന് പറഞ്ഞു, ആ സമയത്ത് അവിടെ നിന്ന് കല്ലെറിഞ്ഞ് ഓടിച്ചു. അപ്പൊ അടുത്തടുത്ത് വന്നിരുന്ന് പറഞ്ഞു, അവിടെ നിന്നും കല്ലെറിഞ്ഞ് ഓടിച്ചു. മൂന്നാമതും ഒരു ശ്രമം നടത്തി നോക്കി ഇബ്ലീസ്. എല്ലാവർക്കും അറിയുന്ന കഥയാണ്, ഖുർആൻ പറയുന്ന കഥയാണ്. ഇബ്രാഹിമിന് മക്കളില്ല, ഒരുപാട് കാലമായി മക്കളില്ലാതിരുന്നു. അങ്ങനെ ഒരു മകന് വേണ്ടി അള്ളാഹുവിനോട് ദീർഘമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇസ്മായിലാണോ ഇസ്ഹാഖാണോ എന്ന് ഇപ്പോഴും വിശ്വാസികൾക്ക് സംശയമുണ്ട്. മുസ്ലിങ്ങൾ പറയും ഇസ്മായിലാണെന്ന്, ക്രിസ്ത്യാനികൾ പറയും ഇസ്ഹാഖാണെന്ന്. ഇരിക്കട്ടെ, സ്വന്തം മകനെ ബലി കൊടുക്കണമെന്ന് പിതാവായ ഇബ്രാഹിം സ്വപ്നം കാണുന്നു. ഈ സ്വപ്നം എനിക്ക് അള്ളാഹു കാണിച്ചു തന്നതാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം അത് ചെയ്യാൻ സന്നദ്ധനാകുന്നു. നമ്മളൊക്കെ മാതാപിതാക്കളാണ്, മക്കളാണ്, സഹോദരങ്ങളാണ്. നമ്മുടെ മക്കളുടെ നഖമൊന്ന് കയറ്റി വെട്ടിയാൽ
ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ നമ്മളാരും അതിന് തയ്യാറാകില്ല. 1. 2, പിന്നീടാണോ സ്വർഗം തരാമെന്ന് പറഞ്ഞാൽ മകന്റെ കഴുത്തറുക്കാൻ പോകുന്നത്? അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ത്യാഗമാണെന്ന്? ജുബിൻ മാടശ്ശേരി, എല്ലാം അറിയുന്ന അള്ളാഹു എന്തിനാണോ പരീക്ഷിക്കുന്നത്? പടച്ചോൻ അറിയില്ലേ ഇങ്ങനെ ഒരു ഉത്തരവ് കൊടുത്താൽ, ഇങ്ങനെ ഒരു സ്വപ്നം കാണിച്ചു കൊടുത്താൽ ഇബ്രാഹിം ഈ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുമോ ഇല്ലയോ എന്ന് ഒരു പരീക്ഷണം നടത്താതെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന അള്ളാഹു എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത്? ഇപ്പോ നമുക്കറിയാം, ഒരു ചെറിയ കുട്ടി, നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടി, അവനോട് നമ്മൾ അടുത്ത കടയിൽ പോയിട്ട് മോനെ ഒരു 10 മുട്ട വാങ്ങിച്ചുകൊണ്ട് വാന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മളൊന്ന് ചിന്തിക്കും, ഇത് പൊട്ടാതെ കൊണ്ടുവരാൻ ഇവനെ പറ്റുമോ? അത് നോക്കിയിട്ടേ നമ്മളെ ഏൽപ്പിക്കും. അത് പരീക്ഷിച്ച് നോക്കണ്ട. അതുപോലെ പോലുമല്ല പടച്ചോന്റെ കാര്യം. പടച്ചോൻ അറിയാം ഇത് ഓവർകം ചെയ്യുമോ ഇല്ലേ. ജുബിൻ കേട്ടില്ലേ? അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും ഒന്ന് ചോദിക്കുക പറയാനെന്ന് എന്നോട് പറയാ. ഇവര് ചുമ്മാ വിഷയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ഉദ്ദേശവുമില്ല. നിൽക്കട്ടെ. അപ്പോ നമ്മൾ ആരും നമ്മുടെ മക്കളുടെ നഖമൊന്ന് കയറ്റിവെട്ടാൻ പോലും തയ്യാറാകില്ല. 14 സ്വർഗം നിന്റെ കാൽക്കൽ കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞാലും, നിന്നെ നാളത്തെ അംബാനിയാക്കി തരാമെന്ന് പറഞ്ഞാലും ശരി, നമ്മൾ ആരും അതിന് തയ്യാറാകില്ല. എന്നിരിക്കെ എങ്ങനെയാണ് അള്ളാഹുവിന് ഇങ്ങനെയാകാൻ കഴിയുന്നത്? ആ അള്ളാഹു ഈ കൽപ്പന പുറപ്പെടുവിക്കുകയും എങ്ങനെയാണ് ആ അള്ളാഹു ജനങ്ങൾക്ക് ബോധനം നൽകുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു പ്രവാചകൻ ഇങ്ങനെയാകാൻ കഴിയുന്നത്? അങ്ങനെ ഇബ്രാഹിം ഇസ്മായിലിനെ കൊണ്ടുവന്ന് ഒരു പാറയിൽ കിടത്തി കഴുത്ത് വെട്ടാൻ വേണ്ടി കത്തിപ്പൊക്കി. അതുവരെ അദ്ദേഹം ഒരു സ്വാർത്ഥനാണ്. ഇവിടെ ത്യാഗം എന്ന് പറയില്ല, സ്വന്തം കഴുത്ത് വെട്ടാനാണ് പറഞ്ഞതെങ്കിൽ അതിന് സന്നദ്ധനാകുന്നെങ്കിൽ ശരി, ത്യാഗമെന്ന് പറയാം. ഇത് സ്വാർത്ഥതയാ. അപ്പൊ ഇബ്രാഹിമിനോട് പറയാണ്, ചെയ്യല്ലടാ. ഇബ്രാഹിം തിരിഞ്ഞു നോക്കിയപ്പോ തൊട്ടപ്പുറത്തൊരു പാറയിലിരിക്കുന്നതാ ഒരു ഇബ്ലീസ്. വികൃതമായ രൂപം, ശരി, മനുഷ്യത്വമുണ്ട്, ഉള്ളില് സഹജീവികളോട് സ്നേഹവുമുണ്ട്. അള്ളാഹുവിനെ സമർപ്പിക്കുന്ന മനുഷ്യകുരുതിക്ക് തടസ്സം നിൽക്കുന്ന പിശാച്. അപ്പോ ഈ ഇബ്ലീസ് എന്നെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് മനസ്സിലാക്കി ഇബ്രാഹിം ഒരു കല്ലെടുത്ത് എറിയുന്നു. പടാ ശൈത്താനെ. അപ്പോ ഇബ്ലീസ് കൂടുതലൊന്നും നിന്നില്ല. വീണ്ടും ആ മാന്യൻ അവിടെ മാറി ഒരു പാറയിൽ പോയി ഇരുന്നിട്ട് വീണ്ടും മകനെ കൊല്ലാൻ വേണ്ടി കത്തിപ്പൊക്കിയ ഇബ്രാഹിമിനോട് രണ്ടാമതും പറഞ്ഞു, മഹാപാതകമാടാ നീ ചെയ്യുന്നത്. നിന്റെ കാരുണ്യവാനായ സൃഷ്ടാവെന്നല്ല, ലോകത്താര് പറഞ്ഞാലും സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറാകരുതേടാ, ഇത് ക്രൂരതയാണ്, ഞാൻ നിന്നെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു മൂന്നാമതും തടയാൻ ശ്രമിച്ചു. അപ്പോഴും കല്ലെടുത്തെറിഞ്ഞു ഓടിക്കുന്നു. അവിടെ നിന്ന് പിന്നെയും പിന്മാറി മറ്റൊരു സ്ഥലത്തേക്ക് ഇരുന്നു. മൂന്നാമതും മകനെ കൊല്ലാൻ ഒരുങ്ങി ഇബ്രാഹിമിനെ പിശാച് തടയുവാണ്. അപ്പോഴും കല്ലെറിഞ്ഞു ഓടിക്കുന്നു 3 തവണയും. സ്വർഗം വേണം, ഹൂറിമാര് വേണം, സ്വർഗത്തിലെ അനിർവചനീയമായ അലങ്കാരങ്ങൾ, ആർമാദിക്കാൻ പര്യാപ്തമായ സ്വർഗം, ഇതൊക്കെ വേണം കക്ഷിക്ക്. അതുകൊണ്ട് സ്വന്തം മോനെങ്കിൽ മോൻ, ഭാര്യയെങ്കിൽ ഭാര്യ, ഉമ്മയെങ്കിൽ ഉമ്മ തയ്യാറാ. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയാലല്ലേ ഇതൊക്കെ കിട്ടൂ. ശരി. അപ്പൊ പിശാച് വിചാരിച്ചു, അവന്റെ കുട്ടിയല്ലേ, അനുഭവിച്ചോട്ടെ. പിശാച് പോയി. ഇബ്രാഹിമിനെ 3 തവണയാണ് പിശാച് തടയുന്നത്. ആ പിശാചിനെ കല്ലെറിയുന്നതിനു വേണ്ടി 3 സ്തൂപങ്ങൾ ഇബ്ലീസിന്റെ പ്രതീകാത്മകമായി വിശ്വാസികൾ അവിടെ പണിതു. മക്കയിൽ അവിടെയാണ് ഈ മത്സരിച്ചു കല്ലെറിയുന്നത്. ഒരു പിഞ്ചു പൈതലിനെ കഴുത്ത് വെട്ടിക്കൊല്ലുന്നത് ഒരു പിതാവ്, അത് കണ്ടു നിൽക്കാനുള്ള ശേഷി തനിക്കില്ല എന്ന് വ്യക്തമായി ലോകത്തോട് ഉറക്കെ പറഞ്ഞ ഇബ്ലീസ്, അതാണ് അയാൾ ചെയ്ത ഏക തെറ്റ്. കല്ലേറ് കൊള്ളേണ്ടവൻ ഇബ്ലീസാണോ? വിശ്വാസികൾ ഇനിയും അതെ എന്നാണ് ഉത്തരം പറയുന്നതെങ്കിൽ വിവേകം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നേ പറയാനുള്ളൂ. നാളെ നിങ്ങളോടും
ഇതുപോലെയാണ് അള്ളാഹു കൽപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് ചെയ്യും. ഷാഹിദ എന്ന് പറയുന്ന ഒരു മദ്രസാധ്യാപിക പാലക്കാട് ചെയ്തില്ലേ? സ്വന്തം മകന്റെ കഴുത്തറുത്തില്ലേ? സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു തന്നെയല്ലേ ചെയ്തത്? മാനസിക രോഗമാണ്, അവരെ പിടിച്ച് പോലീസ് കൊണ്ടുപോയില്ലേ? അപ്പൊ അള്ളാഹു പറഞ്ഞതാണ്, നബി പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഇപ്പൊ അതൊക്കെ പോയി ചെയ്യാൻ പറ്റുമോ? ഇന്ന് മക്കയില് ഇബ്രാഹിം ഇല്ല, ഇസ്മായിൽ ഇല്ല, പക്ഷേ ഇബ്ലീസ് ഉണ്ട്. പഴയതിനേക്കാൾ ശക്തമായി ഓരോ കളവന്മാരൊക്കെ പോയിട്ട് എറിയുന്ന കണ്ടിട്ടില്ല. പിശാചങ്ങാണോ അടുത്തുണ്ടെങ്കിൽ ഇയാൾ ഇഞ്ചിഞ്ചായി കൊല്ലും. അത്രയ്ക്ക് പ്രതികാരത്തോടെയാണ് AC-യിൽ നിന്നിട്ട് കല്ലെറിയുന്നത്. AC-യിൽ നിന്നിട്ട് കല്ലെറിയ. അപ്പോ പണ്ട് 4 അടി മാത്രം ഉയരമുണ്ടായിരുന്ന ശൈത്താൻ ഇവര് കെട്ടിപ്പൊക്കി വളർന്നു 30 40 അടി വരെ ആയി മാറിയിട്ടുണ്ട്. ഇനി വളർന്നുകൊണ്ടേയിരിക്കും. കാരണം പിശാചിനെ കോടിക്കണക്കിന് ആളുകൾ കല്ലെറിയുമല്ലേ. ഇപ്പോ വിശ്വാസികളുടെ കൈകൾ കൊണ്ട് തന്നെ ഇബ്ലീസിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മാർബിളും ഗ്രാനൈറ്റും AC-യിലൊക്കെ നിന്നിട്ടാണ് കല്ലെറിയുന്നത്. പ്രകൃതിയുടെ ഒരു നിയമമാണത്. നല്ലത് ചിന്തിക്കുന്നവർ, നല്ലത് പറയുന്നവർ പ്രതീകാത്മകമായി മുകളിലേക്ക് തന്നെ ഉയർന്നുകൊണ്ടേയിരിക്കുമായിരിക്കും. ഇബ്രാഹിം എറിഞ്ഞതുപോലെ കല്ലെടുത്തെറിഞ്ഞും, ഹാജറ ബീവി ഓടിയതുപോലെ ഓടിത്തളർന്നിട്ടും ഇവിടെ എന്ത് സംഭവിച്ചു? ശരിക്കു പറഞ്ഞാൽ ഇബ്രാഹിം തന്നെയല്ലേ എറിയേണ്ടത്? ഇബ്രാഹിം സ്വന്തം മകന്റെ കഴുത്തറുത്തതുപോലെ ഏതെങ്കിലും ഒരു പിതാവ് കഴുത്തെറുക്കാൻ തയ്യാറായാൽ, സ്വന്തം ഭാര്യയെയും മകനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞാൽ മതവിശ്വാസ പ്രകാരം അള്ളാഹു നൽകിയ ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നിട്ട് ആ സ്വന്തം മോനെ കഴുത്ത് കണ്ടിച്ചവനെ ത്യാഗത്തിന്റെ പ്രതീകമായിട്ട് ഇവരെ ഇപ്പോഴും പുഷ്പങ്ങള് എറിഞ്ഞിട്ടാണ് സ്വീകരിക്കുന്നത്. ഇപ്പോ മോനെ എത്ര കല്ലേറ് കൊണ്ടാലും ശരി, ഇബ്ലീസ് എന്ന ചങ്ക് ഇപ്പോഴും ഭയമില്ലാതെ നിർഭയം എഴുന്നേറ്റ് തന്നെ നിൽക്കുന്നു. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടോ? ഉണ്ടോ? അല്ല, ആയിഷാസി ചോദിക്കുകയാണ് ആർക്ക് കേൾക്കണമെന്ന് പറയുന്നു. പിന്നെ എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത്? ഇറങ്ങിപ്പോയിക്കോ. നീ ഇത് കേൾക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? മദ്രസയിൽ പോയി പഠിച്ചാൽ ഉടനെ ബുദ്ധി ഇല്ലാതാകുമോ മക്കളെ? നിങ്ങൾക്ക് തീരെ ബുദ്ധി ഇല്ലാതാകും. നീയൊക്കെ എന്തിനിങ്ങോട്ട് കയറി വന്നത്? ഞാൻ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ വന്നതല്ലേ? ഇറങ്ങിപ്പോയിക്കോ. അഷ്റഫ് വന്ന് അവന്റെ ഉമ്മാടെ പര്യായപദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, കുഴപ്പമില്ല, അത് ലോകരൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ, പ്രശ്നമില്ല, ആലോചിച്ച് നോക്കിക്കോ. അപ്പോ പിശാചാണോ നല്ല കാര്യം ചെയ്യുന്നത്? അള്ളാഹു ആണോ? സ്വന്തം മകനെ അറുക്കരുത് എന്ന് പറഞ്ഞതാണ് ഇബ്ലീസ് ചെയ്ത തെറ്റ്. അതിനാണ് അയാളെ ഇങ്ങനെ എറിഞ്ഞു ദ്രോഹിക്കുന്നത്, എറിഞ്ഞു കൊല്ലുന്നത്. ആ സ്ഥലത്ത് നിന്ന് ആദം നബി പോയി, മലക്കുകൾ പോയി, പടച്ചോനും പോയി, ഇസ്മായിലും പോയി. ഇബ്ലീസ് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുവാണല്ലോ. ഒരല്പം ഒന്ന് ചിന്തിക്കാൻ ഒരു വെളിവ് കാണിച്ചാൽ മതിയായിരുന്നല്ലോ. 1 വർഷം ഈ ഇബ്ലീസ് പ്രതീകാത്മകമായി മാർബിളും ഗ്രാനൈറ്റിലുമായിട്ട് എത്ര ഏറ കൊള്ളുന്നത്? 1400 കൊല്ലം മുസ്ലിങ്ങൾ എറിഞ്ഞിട്ടും ഇബ്ലീസിന്റെ മനോധൈര്യത്തിന് ഒരു പോറലേൽപ്പിക്കാൻ പോലും വിശ്വാസി സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു സ്വപ്നം കണ്ടു, മകന്റെ കഴുത്തറുത്ത് ബലി കൊടുക്കണമെന്ന് പടച്ചോൻ പറഞ്ഞെന്ന്. അത് ചെയ്യരുത് എന്ന് പറഞ്ഞു പോയി ഇബ്ലീസ്. നല്ലൊരു ഉപദേശമായിട്ട് ഏതൊരു മനുഷ്യനും തോന്നും. പക്ഷേ സ്വർഗമാണല്ലോ കിട്ടാൻ പോകുന്നത്. മോന്റെ കഴുത്തറുത്താൽ തയ്യാറാകും. എല്ലാ പിതാക്കന്മാരും തയ്യാറാകില്ല. പിന്നീട് അള്ളാഹു തന്നെ ഇബ്ലീസിന്റെ അഭിപ്രായം ആവർത്തിക്കുന്നു, ശരിവെക്കുന്നു, ചെയ്യണ്ട. എന്നിട്ട് ഇബ്ലീസിനാണ് കല്ലേറ്. പിന്നീട് അള്ളാഹു പറയുന്നു, ഇബ്ലീസ് പറയുന്നത് തന്നെ, മകനെ അറുക്കരുത്. ഈ ഉപദേശമല്ലേ ഇബ്ലീസ് കുറിച്ച് നേരത്തെ പറഞ്ഞത്? 1400 വർഷങ്ങളോളമായി മുസ്ലിങ്ങളുടെ കല്ലേറ് ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഇബ്ലീസ്.
ഈ എറിയുന്നതിനിടയിൽ തന്നെ ഈ കാരുണ്യവാനായ അള്ളാഹു എത്ര മനുഷ്യരുടെ ജീവനാണ് അപഹരിക്കുന്നത്. ഒന്നുകിൽ പടച്ചോൻ ഒരു വിവേകം വേണമായിരുന്നു, അതല്ലെങ്കിൽ പടച്ചോൻ ഈ സന്ദേശം നൽകിയ ആളിന് ഒരു വിവേകം വേണമായിരുന്നു. രണ്ടുമില്ലാതെ പോയി. എന്തിനും കഴിവുള്ള നിസ്വാർത്ഥനായ പടച്ചോൻ ഏത് രൂപത്തിലാണ് ഖുർആനി പടച്ചോനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്? എന്തിനും കഴിവുണ്ടല്ലോ, നിസ്വാർത്ഥനാണെന്ന് പറയുന്നെങ്കിലും സ്വാർത്ഥമതിയാണ്. പലപ്പോഴും കിറുങ്ങിപ്പോയിട്ടാണ് പടച്ചോൻ എന്തെങ്കിലുമൊക്കെ പറയുന്നതെന്ന് തോന്നിപ്പോകും. സ്വയം ഭൂജാതനായ പടച്ചോൻ, എന്നിട്ട് സ്വന്തമായിട്ടിരുന്ന് 99 പേരുകളും കിട്ടും. ഇത് വിളിക്കുന്നവനാണല്ലോ അനുഭവിക്കുന്നത്. പിന്നീട് പടച്ചോൻ ആ പേരിനെ കുറിച്ച് ആലോചിച്ചിട്ട് ആകെ ആശങ്കയിലാകുകയാണ്. നമുക്കൊക്കെ പേരിട്ടത് നമ്മുടെ ആരെങ്കിലുമൊക്കെയാണ്. ആരെങ്കിലുമൊക്കെ ഇടുന്നത് തന്നെയാണ് എല്ലാവർക്കും പേരുകൾ 99%. പിന്നീട് നമ്മളത് മനസ്സുകൊണ്ട് ആ പേര് നമ്മുടേതാണെന്ന് അംഗീകരിക്കുന്നതാണ്. അള്ളാഹു പറയാണ്, അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകൾ ഉണ്ടെന്ന്, അതുകൊണ്ട് ആ പേരുകളിൽ മാത്രം അവനെ നിങ്ങൾ വിളിച്ചോളാൻ. പടച്ചോൻ എന്തിനാണ് പേര് എന്നൊന്നും ചോദിക്കരുത്. അതായത് അവനെ വിളിക്കാൻ പടച്ചോൻ പറഞ്ഞ പേര്, എന്നെ വിളിക്കണമെന്നല്ല പറഞ്ഞത്, പടച്ചോനെ വിളിക്കാനെന്ന് പടച്ചോൻ പറയാം. വിമൽകുമാർ എന്ന് വിമൽകുമാറിനെ വിളിക്കാറില്ലേ? 7-ാം അധ്യായം 180-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്, നബിയെ നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചോ, അല്ലെങ്കിൽ റഹ്മാൻ കാരുണ്യവാൻ എന്ന് വിളിച്ചോ. നിങ്ങൾ എന്ത് തന്നെ വിളിച്ചാലും ശരി, അവനുള്ളതാണ് ഏറ്റവും ഉത്കൃഷ്ടമായ പേരുകളൊക്കെ. 17-110 അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ശരിയെന്ന അള്ളാഹു തന്നെ പറയുവാണ്, അള്ളാഹു അല്ലാതെ വേറെ സൃഷ്ടാവില്ല, ഞാനാകുന്നു അള്ളാഹു, ഞാനല്ലാതെ ഒരു ദൈവവും നിങ്ങൾക്കില്ല. 20-ാം അധ്യായം 14-ാമത്തെ വചനം, 3-ാം അധ്യായം 18-ാമത്തെ വചനം. അള്ളാഹു അല്ലാതെ യാതൊരു ദൈവവും ഇല്ല എന്ന് നീ മനസ്സിലാക്കുക. 47-ാം അധ്യായം 19-ാമത്തെ വചനം, 7-ാം അധ്യായം 158-ാമത്തെ വചനം. പടച്ചോനിട്ടിരിക്കുന്ന പേരാ. അതുകൊണ്ട് ഇസ്ലാമിൽ പടച്ചോന് അള്ളാഹു എന്ന പേരുണ്ട്. ഷഹാദത്ത് കലിമ അറബിയിൽ എങ്ങനെയാ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ ഭാഷാർത്ഥം അള്ളാഹു അല്ലാതെ വേറൊരു ആരാധ്യനില്ല. ഞാൻ തന്നെയാണ് പടച്ചോൻ, ഞാൻ തന്നെയാണ് പടച്ചോൻ, ഞാൻ തന്നെയാണ് പടച്ചോൻ. പടച്ചോൻ ഒരു ഉറപ്പില്ലാത്ത പോലെ. ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എങ്ങനെയാ സത്യം ചെയ്യുക? നമ്മളെക്കാൾ മൂല്യമായിട്ട് കാണുന്ന, ഏറ്റവും വാല്യുവബിൾ ആയിട്ട് കാണുന്ന എന്തിനെങ്കിലും കൊണ്ടല്ലേ നമ്മൾ സത്യം ചെയ്യുക, അല്ലെ? ഈ പേനയാണ് സത്യം, ഞാനത് ചെയ്തിട്ടില്ല, ഞാനവിടെ പോയിട്ടില്ല, ഞാനത് ചെയ്തു, ഞാനവിടെ വന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോ അള്ളാഹു സത്യം ചെയ്യാണ് അത്തിപ്പഴത്തിനെ കൊണ്ട്. എന്തിനാണ് പടച്ചോൻ സത്യം ചെയ്യേണ്ട കാര്യം? പടച്ചോന് സത്യം ചെയ്യേണ്ട കാര്യം എന്താ? പടച്ചോൻ പറഞ്ഞാൽ നമ്മളങ്ങ് വിശ്വസിച്ചാ പോരെ? അത് പടച്ചോൻ പറയണത് വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. പിന്നെ ചുമ്മാ ഇരു പടച്ചോനെയാണ് എന്ന് നമ്മളാരും ചോദിക്കത്തില്ലല്ലോ. നമ്മൾ വിശ്വസിക്കണം. പക്ഷേ ഷഹ്സീൻ, എന്നെ എൻ്റെ വാപ്പച്ചയാണ് സൃഷ്ടിച്ചത്. എൻ്റെ സൃഷ്ടാവ് എൻ്റെ വാപ്പച്ചയാണ്, ഉമ്മച്ചി. എന്തേ? എനിക്ക് സംശയമൊന്നുമില്ല. ആരാ എന്നെ സൃഷ്ടിച്ചെന്ന് ചോദിക്കാം. വാപ്പച്ചി അവരുടെ വാപ്പ. ഞാനേ ഇതിന്റെ തമ്പനയിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വിളിച്ചാൽ ലൈവായിട്ട് സംവദിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ പടച്ചോൻ എന്ന് വിളിച്ചു. അപ്പൊ പടച്ചോൻ ആരാണ്? ഇബ്ലീസ് അതിനേക്കാൾ എത്രയോ കേമനാണ്. ഇബ്ലീസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാനാണ് എല്ലാം സൃഷ്ടിച്ചത്, എന്നെ നിങ്ങൾ അങ്ങ് ആരാധിച്ചോ, എന്നെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാം, ഒന്നും പറഞ്ഞിട്ടില്ല. കടിച്ചാ പൊട്ടാത്ത കളവുകളാണ് പറയുന്നതെല്ലാം ഖുർആൻ. ആയിഷയുടെ വീട്ടിൽ ഒരു ദിവസം സുഖമായിട്ട് കിടന്നുറങ്ങുക നബിയുടെ ആത്മാവിനെ കഴുതയും കുതിരയും അല്ലാത്തൊരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ്, അടയാഭരണങ്ങളും ഒക്കെ ആയിട്ട് സ്വർണ്ണ മുടിയിഴയുള്ള രാജകുമാരിയെ പോലെ. ആ പെണ്ണ് നബിയെ പുറത്ത് കയറ്റി കൊണ്ടുപോവുക.
അപ്യകുപ്പായം ഒന്നും വിട്ടിരുന്നില്ല പെണ്ണ്. അതീവ സുന്ദരി. സുന്ദരി വന്ന് വിളിച്ചതല്ലേ, ഒന്നുമില്ല, ഫിസിക്കൽ ബോഡി. ഉടനെ ഇറങ്ങി സ്വപ്നാടനത്തിന് എന്നതുപോലെ നബി അങ്ങ് പോയി. 7 ആകാശവും താണ്ടിപ്പോയി, സ്വർഗവും നരകവും ഒക്കെ കഴിഞ്ഞുപോയി. അതുവരെ സൃഷ്ടിച്ചിരുന്ന 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെയും അങ്ങ് കണ്ടു. എന്താന്ന് പറ. ഈ പ്രവാചകന്മാരുടെയൊക്കെ ചരിത്ര കഥകളൊക്കെ നബി അങ്ങ് അറിഞ്ഞു. പടച്ചോനറിയാം, സുന്ദരിയായ ഒരു പെണ്ണ് പോയി വിളിച്ചാൽ നബിയ സ്വർഗത്തിലെന്നല്ല നരകത്തിലെന്നല്ല പാതാളം ഉണ്ടെങ്കിൽ അവിടെ വേണമെങ്കിലും വരുമെന്നുള്ള കാര്യം അറിയാമായിരുന്നു. ഇത് ഖുർആനിൽ 17-ാമതൊരു അധ്യായമായിട്ട് തന്നെ ഈ കഥ പറയുന്നുണ്ട്. നിശാപ്രയാണം, രാപ്രയാണം, ആകാശാരോഹണം എന്നൊക്കെ പറയുക. പിന്നെ ഖുർആനിലെ അധ്യായങ്ങളുടെ പേര് അതായും പറഞ്ഞത്. അത്തിപ്പഴം തന്നെയാണ് സത്യം. എന്ത് കാര്യമുണ്ട്, പഠിച്ചു സത്യം ചെയ്യാം. ഖുർആനിലെ അധ്യായങ്ങളുടെ നമ്മൾ ബാലരമയിലും ബാലമംഗളത്തിലും ഒക്കെ ഓരോ കഥകൾ വായിക്കുമ്പോഴേ ആ കഥയുമായി ആ പേരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ട്. പശു അധ്യായത്തിന്റെ പേരാ. ആന, ഉറുമ്പ്, ഗുഹ, ഭക്ഷണപാത്രം, ഈത്തപ്പന, അത്തിപ്പഴം, അയ്യോ ഈത്തപ്പന, നാര്. നമ്മുടെ മക്കള് കഥയോ കവിതയോ ഒക്കെ എഴുതാൻ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പേരാണ് തിരഞ്ഞെടുക്കട്ടെ. അപ്പൊ ഒരു സുന്ദരിയായ പെണ്ണിന്റെ പുറത്ത് കയറി സ്വർഗമൊക്കെ കണ്ടു. ആ പെണ്ണിനെ ബുറാക്ക് എന്നാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ സ്വർഗവും നരകവും ഒക്കെ അങ്ങനെ ആടിപ്പാടി നടന്നങ്ങനെ കാണുകയാണ്. അപ്പോ കുറെ സ്ത്രീകള് ബ്രസ്റ്റിൽ കൊളുത്തിട്ട് വലിച്ചിട്ടുണ്ട്, കുറെ ശിക്ഷിക്കപ്പെടുന്നു. അപ്പൊ ഇതിങ്ങനെ ചോദിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ജിബ്രീൽ കൊടുക്കുന്നുണ്ട് മലക്ക്. നബി ഇങ്ങനെ ഇതൊക്കെ കേട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകളൊക്കെ നരകത്തിൽ ഇങ്ങനെ പ്രവേശിക്കുന്നത്? അപ്പോൾ ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണത് സ്ത്രീകൾ പുരുഷന്മാരോട് ശാപവാക്കുകൾ വർദ്ധിപ്പിക്കും, അതുകൊണ്ട് സ്ത്രീക്ക് നരകം കൊടുത്തു. അപ്പോൾ സ്ത്രീയെ എടുത്തിട്ട് കുമ്മാങ്കുത്ത് കുത്തിയാലുള്ള കുഴപ്പമൊന്നുമില്ല അല്ലേ? അലക്കി തേച്ച് പിച്ചിക്കീറി വെയിലത്തൊട്ടിച്ചാലും 35 കഷ്ണമാക്കി ഫ്രീസറിൽ വെച്ചാലും ഒന്നും പ്രശ്നമൊന്നുമില്ല അല്ലേ? അതിനൊന്നും പഠിച്ചു പുരുഷനെ ശിക്ഷിക്കില്ല. അള്ളാഹു ഇപ്പോഴും പുരുഷന്റെ പക്ഷത്താണെന്നേ. പുരുഷനോട് നന്ദികേട് കാണിക്കുന്ന സ്ത്രീകൾ നരകത്തിൽ. അപ്പൊ സ്ത്രീയോട് കാണിച്ചാല് അന്തസ്. നമ്മൾ ചോദിക്കില്ലേ, സ്ത്രീയോട് തിരിച്ചു കാണിക്കുന്നവർക്കും എന്തെങ്കിലും ശിക്ഷ കൊടുക്കണ്ടേ പടച്ചോനെ നമ്മൾ ചോദിക്കില്ലേ? അപ്പൊ സ്ത്രീകൾക്ക് ബുദ്ധിയും കുറവാണ്, ദീനും കുറവാണ്. ഇയാളല്ലേ സൃഷ്ടിച്ചു വിട്ടത്, അപ്പൊ അത് ചോദിക്കണ്ടേ? പടച്ചോനെ അത് പെണ്ണിന്റെ കുഴപ്പമല്ലല്ലോ, പടച്ചോനെ നീ സൃഷ്ടിച്ചതിന്റെ കുഴപ്പമല്ലേ എന്ന് ചോദിക്കില്ലേ? പിന്നെ അവർക്ക് ആർത്തവവും പ്രസവവും ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ദിവസങ്ങൾ നിസ്കരിക്കാനും നോമ്പ് പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ആ തക്കുവ, സൂക്ഷ്മത കുറവായതുകൊണ്ടാണ്. ജീവിതത്തിലെ അക്ഷരാഭ്യാസമുള്ളവരാണെങ്കിൽ, തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഉള്ളവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ. റഫറൻസ് വേണോ? സ്വഹീഹ് മുസ്ലിം 79, ബുക്ക് നമ്പർ 1, ഹദീസ് നമ്പർ 147. പിന്നെ മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന 1-ാമത്തെ ബുക്കില് വിശ്വാസം എന്ന പാഠഭാഗം എന്ന അധ്യായം ഹദീസ് നമ്പർ 132 മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 2736 2737 ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 304 പടച്ചോൻ ആർത്തവത്തിനും പ്രസവത്തിനും എന്തെങ്കിലും ഒരു പരിഹാരം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് കൂടി കുറച്ച് ദീന് കിട്ടുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. അതല്ലെങ്കിൽ ആർത്തവും പ്രസവവും നിർത്തി കൊടുക്കണം. അതല്ലെങ്കിൽ അത് പുരുഷന്മാർക്ക് കൂടെ കൊടുക്കണം, ബാലൻസ് ചെയ്യണ്ടേ? പടച്ചോന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എടുത്ത് പറഞ്ഞിട്ട് ഒടുവിൽ അവരെ ശിക്ഷിക്കുക. സമർത്ഥമായിട്ട് താൻ ചെയ്ത തെറ്റ് പാവപ്പെട്ട പെണ്ണുങ്ങളുടെ തലയെ കൊണ്ടിട്ടിട്ട് കക്ഷി തടിയൂരി. അപ്പം ഇത് പറയുമ്പോൾ ഖുർആനും ഹദീസും ഇസ്ലാമും എന്ത് എന്നറിയാത്ത ആളുകൾ തെറിവിളിയുമായിട്ട് വരും. ആ തെറിവിളികൾ ഞാനൊരു അലങ്കാരമായിട്ട് ഇനി എടുക്കുക. നൗഷ്, ഇത് നാറ്റക്കേസ് ഖുർആനിലും ഹദീസിലും ഉള്ളതാണടാ, ഇത് നാറ്റക്കേസാണെന്നാണ് ഈ പറയുന്നത്. എന്നാ പിന്നെ മുജീബ് ഒരു കാര്യം ചെയ്യും, പുതിയൊരു പരിഭാഷ ഇറക്ക്. വഹാബിയുടെ പരിഭാഷയൊക്കെ നമുക്കങ്ങ് വലിച്ചെറിഞ്ഞേക്കാം. വേണ്ട, നിങ്ങൾ ഇറക്കിക്കാം. ഇത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉണ്ടോ ഇല്ലേ എന്നറിയണം. അതെ നിഹാൽ, എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ലടാ, നമ്മുടെ പുസ്തകത്തിനകത്ത് ഇതുണ്ടോ ഇല്ലേ.
ഇഷ്ടമില്ലാത്തവര് ലൈവിൽ വരരുത്. അതാണ് ജുബിൻ മാടശ്ശേരി ഏറ്റവും നല്ലത്. നമുക്കിത് കേൾക്കാൻ താല്പര്യമില്ലേ? അയ്യോ, നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടോ, വിട്ടിട്ട് പോയേക്കണം. ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതല്ലേ? ഞാൻ റെഫറൻസ് തന്നല്ലോ. ഇത് കേൾക്കുന്നത് നിങ്ങൾ മാത്രമല്ലല്ലോ, ഒരുപാട് മതപുരോഹിതർ ഈ വീഡിയോ കേൾക്കുന്നുണ്ട്. എന്റെ ലൈവുകൾ എന്നെ പഠിപ്പിച്ച പുരോഹിതന്മാര് കേൾക്കുന്നുണ്ട്. അവരെനിക്കൊക്കെ മെസ്സേജും ചെയ്യാറുണ്ട്. മറുപടി പറയട്ടെ, സത്യമാണെങ്കിൽ ആരെയും ഭയക്കേണ്ടതില്ല, അത് തുറന്നു പറയുക തന്നെ ചെയ്യാം. നിങ്ങൾ എന്തിനാ സത്യത്തെ പേടിക്കുന്നേ? ഈ സത്യം പറയുമ്പോഴേക്ക് നിങ്ങൾ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചും തെറി വിളിച്ചും നിങ്ങൾ വരേണ്ട കാര്യം എന്താ? ഇത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാനുള്ള ഒരു സാമാന്യ മിനിമം ബുദ്ധിയെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ? എനിക്ക് തെറ്റിയതാണോ? നിങ്ങൾ പറ. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? ഇസ്ലാമിനെ വിമർശിക്കുന്ന മുസ്ലിങ്ങളുടെ ഒക്കെ കണ്ണിലെ കരടായി ഞാൻ മാറി. ആരാ എന്നെ ഇങ്ങനെ ആക്കിയത്? നിങ്ങൾ പറ. നിങ്ങൾ പറ. സത്യം നീ പറയുന്നതല്ലല്ലോ. എന്നാ പിന്നെ സക്കരിയ പറ, ഞാൻ ഇത്രയും പറഞ്ഞതിൽ കള്ളം എന്താണ് എന്ന് തെളിയിക്ക്. ഞാൻ എന്റെ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ, തെളിയിക്ക്. പറ. ഞാൻ പറഞ്ഞ ഖുർആൻ തെറ്റ? എന്നെ സന്മാർഗം തരാതെ ഇനിയും സന്മാർഗം തന്നിട്ട് തിരിച്ചെടുത്തത് ആരാണ്? പടച്ചോനാണെന്ന് ഞാൻ പറയും. പടച്ചോനാണെന്ന് ഞാൻ പറയും. തെളിവ് വേണോ? തരാം. നോക്കോ. ഹത്താ ഇദാ ജാഅഹും അല്ല ജാഊഹ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സ്വാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അത് വേറെ തെറ്റാണല്ലോ. നരകത്തിൽ ചെന്നാൽ അവരുടെ കണ്ണും കാതും തൊലികളും ഒക്കെ അവർക്ക് എതിരായി പ്രവർത്തിപ്പിച്ചതിനെ പറ്റി സാക്ഷി പറയും. ഞാൻ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെതിരായി സംസാരിച്ചത്? എന്തുകൊണ്ടാണ് ഖുർആനിനെതിരായി സംസാരിച്ചത്? എന്റെ കണ്ണും കാതും ഒക്കെ ഈ രൂപത്തിലാക്കിയത് പടച്ചോനല്ലേ? ഖുർആൻ പറയുവല്ലേ, ഒരു സ്ഥലത്ത് പടച്ചോൻ ഇങ്ങനെ പറയുന്നു. ഇനിയും നരകത്തിലെത്തുന്ന ആളുകളുടെ കണ്ണും കാതും തൊലികളും ഒക്കെ അവർക്കെതിരെ സാക്ഷി പറയും എന്ന് പറയുന്നുണ്ടല്ലോ. അടുത്ത വചനത്തിൽ പടച്ചോൻ പറയാണ്, ശരി, തങ്ങളുടെ തൊലികളോട് അവര് പറയും, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരായി സാക്ഷ്യം വഹിച്ചത്? അപ്പൊ തൊലികൾ പറയും അത്രേ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചത്. അതായത് ഈ തൊലികൾക്ക് സംസാരശേഷി കൊടുത്തത് പടച്ചോൻ, തൊലികളെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് പടച്ചോൻ. പറഞ്ഞുതരാം. എന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്ന രൂപത്തിലാക്കിയതും ഇതുകൊണ്ട് എനിക്ക് കിട്ടുന്ന നേട്ടം എന്താ നിങ്ങൾക്കറിയോ? ഒന്ന് പുറത്തിറങ്ങി സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പോലും പറ്റില്ല. കുട്ടികളുടെ പേരൻസ് മീറ്റിങ്ങിനൊന്നും പോകാൻ പറ്റില്ല. മര്യാദയ്ക്കൊന്ന് പർച്ചേസ് ചെയ്യാൻ പോകാൻ പറ്റുമോ? ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കൊന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ? ഇവരുടെ വധഭീഷണികളും കൊലവിളികളും തെറിവിളികളും കുറച്ചല്ല. ഇന്നും വന്നിട്ടുണ്ട് കൊലവിളികൾ ഒരുപാട്. ഫോൺ നമ്പർ കൊടുത്തതിൽ പിന്നെ തെറിവിളി തന്നെ. ഇനി അതെടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്യാത്തത്. കാരണം പറയാൻ തന്നെ എമ്പാടുമുണ്ട്. പിന്നെ അവരുടെ കോളുകൾ മാത്രം വെച്ചിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് പറഞ്ഞാലും തീരാത്തത്ര വസ്തുതകൾ ഈ ഖുർആനിലും ഹദീസിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഇസ്ലാം മത പ്രഭാഷകരുടെ വാളുകളിലും കിടക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് എടുക്കാത്ത. ഞാൻ ആസിഡും കൊണ്ടാണ് നടക്കുന്നതെന്നും എവിടെ വെച്ച് കണ്ടാലും അവിടെ വെച്ച് നിന്റെ മുഖത്തൊഴിക്കുമെന്നും പറയുന്ന മെയിൽ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ട്, കൊടുക്കേണ്ടടുത്ത് പോട്ടെ. അപ്പോ ഈ രൂപത്തിൽ എന്നെ ദുർമാർഗത്തിലാക്കിയത് പടച്ചോനാണ്. പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ ബാധ്യതയാണ് നേരായ മാർഗം അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് കാണിച്ചു കൊടുക്കുക എന്നത്. വമിൻഹാ ജായിറുൻ, അതിൽ പിഴച്ച മാർഗമുണ്ടെന്ന് പടച്ചോൻ പറയാം. അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരെയും സന്മാർഗത്തിലാക്കുമായിരുന്നു. പടച്ചോൻ വിചാരിച്ചില്ല. പടച്ചോൻ വിചാരിച്ചില്ല. അള്ളാഹു വിചാരിച്ചാൽ ഒരു നിമിഷം പോലും 16-ാം അധ്യായം 9-ാമത്തെ വചനം, 16 സൂറത്തുൻ നഹ്ൽ. തേനീച്ച. അപ്പോ എനിക്ക് തെറ്റുപറ്റിയെന്നും ഞാൻ പറയണത് കളവാണെന്നും ഞാനോ വഴിതെറ്റിപ്പോയി മറ്റുള്ളവരെ കൂടി വഴിതെറ്റിക്കരുതെന്നും എനിക്ക് മതം അറിയില്ലെന്നും ഒക്കെയാണ് ഇവർ വന്ന് ഈ കമന്റ് ഇടുന്നത്. ഈ കമന്റ് ഇടുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ധൈര്യമായിട്ട് എന്നെ വിളിച്ചത് സംസാരിക്കാൻ പറ്റാത്തത്? ലൈവാണ്, ആളുകൾ കേൾക്കും. അങ്ങനെ ലൈവായിട്ട് വിളിക്കാൻ ബോൾഡ്നെസ് വേണമെങ്കിൽ, പ്രത്യേകിച്ച് സംസാരിക്കുന്നത് എന്നോടാണ്, അറിവ് വേണം. ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നെങ്കിലും മിനിമം ഒന്ന് അറിയാനുള്ള കഴിവ് വേണം.
എന്താ നുസൈബായ്ക്ക് എന്ത് ചെയ്യണം? വീട്ടിൽ കൊണ്ട് തരണോ നമ്പര്? ഞാനതിന്റെ തമ്പനയിൽ ഇട്ടിട്ടുണ്ട് നമ്പർ, കണ്ടില്ലേ? ആർക്കെങ്കിലും ആ നമ്പർ കിട്ടിയെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. അറിയത്തില്ലെങ്കിൽ അത് പറഞ്ഞ പോലെ തമ്പനയിലാണല്ലേ, അപ്പോൾ ലൈവായിട്ട് നിൽക്കുമ്പോഴത്തേക്കിന് നമുക്ക് നമ്പർ അറിയാൻ പറ്റില്ല അല്ലേ? ശരി, 8943395270 8943395270 നമ്പർ. അപ്പോൾ ഒന്ന് ആലോചിക്കണം. ഞാനിത് അറിയാതെയോ മനസ്സിലാക്കാതെയോ അല്ല പറയുന്നത്. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളാണ്. ഒരു സൃഷ്ടിക്ക് സന്മാർഗം നൽകേണ്ടുന്ന അള്ളാഹു ആ സന്മാർഗം നൽകാതെ നമ്മളെ ഇട്ട് പടച്ചോൻ ഇങ്ങനെ പരീക്ഷിക്കുക. എന്തിന്? ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു പടച്ചോൻ അറിയില്ലേ? പിന്നെ എന്തിനായി പരസ്യം? ഈ പരീക്ഷണം എന്തിനാണ്? സൃഷ്ടികൾക്ക് നല്ല മാർഗം കാണിച്ചു കൊടുക്കുന്നതൊക്കെ. ഏതെങ്കിലും മാതാപിതാക്കൾ മക്കൾക്ക് മോശമായ മാർഗം കാണിച്ചു കൊടുക്കുമോ? സൃഷ്ടാവിന് പറ്റുമോ സൃഷ്ടികൾക്ക് മോശമായ മാർഗം കാണിച്ചു കൊടുക്കാൻ? പടച്ചോൻ പറയാണ്, അള്ളാഹു ലജാലക്കും ഉമ്മത്ത വാഹിദ്, ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒറ്റ സമുദായമാക്കി സൃഷ്ടിക്കുമായിരുന്നു. വലാക്കയുള്ളു മയ്യഷ, പക്ഷെ അള്ളാഹു കുറച്ചാളുകളെ വഴി പിഴപ്പിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വൈഹദി മയ്യഷ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ വഴി പിഴപ്പിക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കും. വല തുസാലുന്ന അമ്മാക്കുന്നതും താമലും. ഇവിടാണ് വലിയ പ്രശ്നം. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും അത്രേ. എന്തിന്? മാതാപിതാക്കള് 2 മക്കളുണ്ട് അവർക്ക്. ഒരാളെ പഠിപ്പിച്ച് ഡോക്ടറാക്കി, മറ്റേ ഒന്നും പഠിപ്പിച്ചില്ല. അവസാനം നീ എന്താണോ ഡോക്ടറാകാത്തത് ചോദിച്ചിട്ട് അവനെ അടിക്കുക. എന്ത് കാര്യം? പഠിപ്പിച്ച് ഡോക്ടറാക്കേണ്ടത് മാതാപിതാക്കളായിരുന്നില്ല, അവരത് ചെയ്തൂല. എന്നിട്ട് പരാതി മൊത്തവും ആർക്കാണ്? അവന്. ഇവിടെയൊക്കെയാണ് നമുക്കിതിനെ എതിർക്കേണ്ടി വരുന്നതും വിമർശിക്കേണ്ടി വരുന്നതും. ഇസ്ലാം പത്തര മാറ്റാണ് എന്ന് ഞാനും ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നതാണ്. ഇന്നും ഇന്നലെയുമല്ല. ഞാനും നിങ്ങൾ ഇന്നീ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഖുർആനും ഹദീസും പഠിച്ച് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും പഠിക്കാനും പഠിപ്പിക്കുന്നതിനും വേണ്ടി മാത്രം എൻ്റെ ജീവിതം മാറ്റിവെക്കുകയും ചെയ്ത ആളാണ് ഞാൻ. അപ്പൊ ഈ രൂപത്തിൽ അങ്ങേയറ്റം അള്ളാഹുവിനെ സ്നേഹിക്കുകയും പ്രവാചകൻ ചവിട്ടിയ മണ്ണിലൊന്ന് കാല് കമിഴ്ത്തി ചവിട്ടാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഇന്ന് എന്നെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടിരുത്തി ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ സംസാരിപ്പിക്കുന്നത് അള്ളാഹു അറിയാതെയാണോ? അള്ളാഹുവിനെന്താ എന്നെ കൊണ്ട് തട്ടയിടിപ്പിക്കാൻ പറ്റില്ലേ? ഖുർആനും ഹദീസും വായിച്ച് അതിനെ ജനങ്ങൾക്ക് പ്രാവർത്തികമാക്കി പ്രചരിപ്പിച്ചു കൊടുക്കാൻ സാധിക്കില്ലേ? പടച്ചോൻ വിചാരിച്ചാല്. എന്തേ നിങ്ങൾ പടച്ചോനത് വിചാരിക്കാത്തത്? ഖുർആൻ പറയുന്നതിനനുസരിച്ചിട്ടാണെങ്കിൽ പടച്ചോൻ വിചാരിക്കാതെ ഒരു പഴുത്ത ഇല പോലും അനങ്ങില്ലല്ലോ. ആ പടച്ചോൻ എന്തുകൊണ്ടാണ് എനിക്ക് നൽകിയ സന്മാർഗം തിരിച്ചെടുക്കാനും എന്നെ വീണ്ടും ഈ ഖുർആനും ഹദീസും ജനങ്ങൾക്ക് പച്ചയായി പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാ? എന്നെ ആക്കിയിരിക്കുന്നത് എന്തിനാ? അള്ളാഹുവിനെ തകർക്കണമെന്നോ അള്ളാഹുവിനെ ഇല്ലാതാക്കണമെന്നോ ഇസ്ലാമിനെ നശിപ്പിക്കണമെന്നോ ഒന്നും ഇവിടെ ആർക്കും താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഇബ്ലീസിനെയും അള്ളാഹുവിനെയും സംബന്ധിച്ച് മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നത് ഇബ്ലീസാണോ അള്ളാഹു ആണോ? രണ്ടുപേരും വഴി തെറ്റിക്കുന്നതിനെ കുറിച്ച് ഖുർആനിൽ നിന്നും ഒരുപാട് വചനങ്ങൾ ഞാൻ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. മനുഷ്യന് പിഴവുകൾ സംഭവിക്കുമ്പോൾ ആ മനുഷ്യരുടെ മേൽ അള്ളാഹു കുറ്റം ആരോപിക്കുന്നതിനെ കുറിച്ചും അള്ളാഹു വലിയ ഒരു കോമഡിയാണെന്നും ഖുർആനിലൂടെ തന്നെ ഞാൻ സമർത്ഥിച്ചിരുന്നു, പല വചനങ്ങളിലൂടെ. 7-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനത്തില് പിശാച് തന്നെ അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ നീയാണ് പഠിച്ചോനെ എന്നെ വഴിപഠിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോ നമുക്ക് ഞാൻ ചില ഖുർആൻ വചനങ്ങളെ പിന്നീടാണെങ്കിലും ലൈവ് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുമല്ലോ, ഞാൻ കുറച്ച് ഖുർആൻ വചനങ്ങൾ കൂടി ഒന്ന് പറഞ്ഞുതരാം. കാരണം തുടക്കത്തിലെ പല ആളുകളും വന്നിട്ട് പറഞ്ഞേ ഇത് കള്ളമാണ്, ഈ പറയുന്നതൊന്നും സത്യമല്ല എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇനി എൻ്റെ ലൊക്കേഷൻ പറയാനെന്ന്. അബ്ദുൽ ബാസിത്തിനെ വന്ന് എന്നെ വെട്ടിക്കൊല്ലാനായിരിക്കും. എന്നെ വെട്ടിക്കൊന്നാൽ നിന്റെ ഇസ്ലാം രക്ഷപ്പെടുവാടാ? നിന്റെ ഇസ്ലാം രക്ഷപ്പെടുവാടാ എന്നെ കൊന്നാല്?
ഇനി ഇതുവരെ ഫോൺ നമ്പർ താന്നായിരുന്നു പ്രശ്നം. ഫോൺ നമ്പറും മെയിൽ ഐഡിയും ഒക്കെ എടുത്തിട്ടു. ഇനിയിപ്പോ എൻ്റെ ലൊക്കേഷനും കൂടി പറഞ്ഞു വിടാമെന്ന്. അങ്ങനെയാണെങ്കിൽ അവൻ എന്നെ വന്നിട്ടേ കൊന്നിട്ട് അവൻ ഇസ്ലാമിനെ രക്ഷിക്കാന്ന്. പോടാ ഇവിടെ ഉറങ്ങടാ പോടാ. നോക്കിക്കോ. قال فبما أغويتني لأقعدن لهم صراطك المستقيم. അല്ലാഹുവിനോട് ഒന്നും തിരുവായ്ക്കെതിർവായില്ലാതെ അള്ളാഹു പറയുന്നത് അങ്ങനെ തന്നെ അനുധാവനം ചെയ്യാൻ വിധിക്കപ്പെട്ട പറുദീസയിൽ നിന്നിട്ട് അള്ളാഹുവിനോട് ഇബ്ലീസ് പറയുവാണ്, നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ അവർ, അതായത് മനുഷ്യൻ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും. അപ്പൊ ഇബ്ലീസിനെ വഴിപിഴപ്പിച്ചു എന്നത് മാത്രമല്ല, ഇബ്ലീസിനെ കൊണ്ട് മനുഷ്യനെ വഴിപിഴപ്പിക്കാനും അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇബ്ലീസിനെ മനുഷ്യനെയും വഴിപിഴപ്പിച്ചു അള്ളാഹു. ഒരു ഇബ്ലീസിനെ ഉണ്ടാക്കി ഇബ്ലീസിനെ വഴിപിഴപ്പിച്ചിട്ട് മനുഷ്യന്മാരോട് വഴിപിഴപ്പിച്ചോളാൻ, മനുഷ്യനെ വഴിപിഴപ്പിച്ചോളാൻ ഇബ്ലീസിന് അള്ളാഹു അനുമതിയും നൽകി. ഇനി മറ്റൊരു വചനം. ഖുർആൻ ഉള്ളപ്പോ നമുക്ക് ഖുർആന്റെ ഇൻഡെക്സ് തന്നെ എടുക്കാം. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണല്ലേ, കിട്ടുമല്ലോ കൃത്യമായിട്ട് ഖുർആൻ. മനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി വമൻ ളല്ല ഫഇന്നമാ യുളില്ലു അലൈഹാ വലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല. നോക്കോ, വല്ലവനും സന്മാർഗം സ്വീകരിക്കുന്ന പക്ഷം തൻ്റെ സ്വന്തം ഗുണത്തിനായി തന്നെയാണ് അവൻ സന്മാർഗം സ്വീകരിക്കുന്നത്. ആദ്യം പറഞ്ഞു, അള്ളാഹു ആണ് മനുഷ്യന് സന്മാർഗം കാണിച്ചു കൊടുക്കേണ്ടത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വഴിപിഴപ്പിക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു സന്മാർഗത്തിലാക്കും. എന്നിട്ട് പറയാണ്, ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചാൽ അവന്റെ ഗുണത്തിനാണ്, ആരെങ്കിലും നിർമാർഗം സ്വീകരിക്കുന്നത് നല്ലത്. വഴിപിഴച്ചാലോ അതും അവന്റെ ദോഷത്തിന്. അവൻ വഴിപിഴച്ചു പോകുന്നത്. പാപഭാരം ചുമക്കുന്ന യാതൊരാളും മറ്റൊരാളുടെ പാപഭാരം ചുമക്കുകയില്ല. ഒരു ദൂതനെ അയക്കുന്നതുവരെ നാം ആരെയും ശിക്ഷിക്കുന്നതുമല്ല. അപ്പോ ദൂതന്മാരിറങ്ങാത്ത സമൂഹങ്ങളില്ലേ, സമുദായങ്ങളില്ലേ? നിങ്ങൾ എന്നെ തെറി വിളിച്ചിരുന്നു, ഒരു കാര്യവും ഇല്ലടേ. ഇതൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ളതാ, ഖുർആനിലുള്ളതാ ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോൾ എന്നെ തെറി പറഞ്ഞിട്ടോ, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടോ, എന്നെ വീട്ടിൽ കീറുമെന്ന് പറഞ്ഞിട്ടോ, കുത്തി കൊല്ലുമെന്ന് പറഞ്ഞിട്ടോ, എൻ്റെ വീട് ബോംബ് ചെയ്ത് തകർക്കുമെന്ന് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല. ഞാനല്ലെങ്കിൽ വേറെ 9 പേര് വന്നിത് പറയും. എന്നെ നിങ്ങൾ നിശബ്ദരാക്കാൻ ശ്രമിച്ചാൽ വേറെ ആരെങ്കിലുമൊക്കെ വന്ന് ഈ ആശയം പറയുമെന്ന്. ഒരാള് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഈ ചാനലും 12,000 വീഡിയോയും എനിക്ക് തരണം, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തരാം. ശരി, നമുക്ക് ആലോചിക്കാം. എന്ത് തരും? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ തരാൻ? അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറ. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ നമ്മുടെ വായ അടപ്പിക്കണം, ഒന്ന് നിശബ്ദരാക്കണം. ഇസ്ലാമിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നിവർക്ക് തോന്നണം. അങ്ങനെ ഈ ചാനലും അതുകൊണ്ട് ഇസ്ലാം രക്ഷപ്പെടുമോ സുഹൃത്തുക്കളെ? ഇല്ല. ഈ 12,000 വീഡിയോ നിങ്ങൾ കൊണ്ടുപോയി ഞാൻ എന്താ വിചാരിച്ചാൽ ഇനി വീഡിയോ ഉണ്ടാവില്ലേ? സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയതോടുകൂടി ഇവരെ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, പറഞ്ഞിട്ട് കാര്യമാണ്. ഫെബീന, ഇത് ഒന്ന് നോക്ക് ഖുർആനിലുണ്ടോന്ന്. ഞാൻ ഈ പറഞ്ഞ വചനമുണ്ടല്ലോ, നിങ്ങൾ നോക്കിക്കോ. സന്മാർഗം നൽകേണ്ടത് അള്ളാഹു ആണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ച അവന്റെ നല്ലതിന്, ദുർമാർഗം സ്വീകരിച്ചാൽ അവന്റെ നാശത്തിന്. ശ്രീകുമാർ 100 കോടി ചോദിക്കാൻ 100 കോടിയൊന്നും വേണ്ട. നമുക്ക് തൽക്കാലം ജീവിച്ചു പോകാൻ നമുക്ക് വേറൊരു ചാനൽ ഉണ്ടാക്കും ഞാൻ.
വീണ്ടും വരും. അത്രേ ഉള്ള കാര്യം. ഇവർക്ക് 12,000 വീഡിയോ കിട്ടും. അങ്ങനെ ആരെങ്കിലും തയ്യാറായി വന്നാൽ ഇസ്ലാമിന് വേണ്ടിയല്ലേ അവരുണ്ടാക്കിയ സമ്പത്തും അവരുടെ ശരീരവും അവരുടെ ജീവനും ഒക്കെ ഇസ്ലാമിന് വേണ്ടി കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കാൻ അവർ തയ്യാറായി മുന്നോട്ട് വരട്ടെ, അത് നല്ലതാ. ഇത്രയും വീഡിയോ, 12,000 വീഡിയോ കാരണം എത്ര ആളുകൾ വഴിപിഴച്ചു പോകുമായിരുന്നു. അത്രയും ആളുകളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാനും ഈ 12,000 വീഡിയോ ഇല്ലാതാക്കാനും ഒരു 5 ലക്ഷത്തിലധികം സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരു ചാനൽ ഇല്ലാതാക്കി കളയാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ? ആ ഒരു കാര്യം ചെയ്യും ഷെഹസീൻ, ഞാനിപ്പോ പറഞ്ഞ ഖുർആൻ വാചനത്തിന്റെ മുമ്പും പുറകിലും ഉള്ളതേ തോണ്ടിയിട്ട് നീ വാ. എന്റെ നമ്പർ എവിടെയുണ്ട്, വിളിച്ചാൽ മതി. നാളെയും ഉണ്ടല്ലോ 11 മണി രാത്രി. വിളിച്ചാൽ മതി, നമുക്ക് നോക്കാം. ശരി, അടുത്ത വചനം നോക്കാം. സമയം പോകുന്നല്ലോ. ഇപ്പോ അടുത്ത വചനവും കൂടി നോക്കിയോ. ഞാൻ പറയണത് കള്ളമാണ് എന്നാണല്ലോ ഇവര് പറയണത്. അപ്പൊ ഈ ഖുർആൻ വായിക്കുമ്പോ, ഖുർആൻ ഓതുമ്പോൾ അതിന്റെ മീനിങ് നോക്കണം നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന്. അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്തൊക്കെ വിളിക്കടാ പോടാ. അതും അത് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോ പറഞ്ഞ വചനത്തിന്റെ അതേ അർത്ഥം തന്നെയാണ്. 39-ാം അധ്യായം 41-ാമത്തെ വചനം. വിശ്വാസികളൊന്നും വിളിക്കില്ല സുഹൃത്തെ. വിശ്വാസികൾക്ക് വിളിക്കാൻ പേടിയാണ്. വിശ്വാസികൾ വിളിക്കില്ല. DNA 23 വിളിക്കില്ല. അങ്ങനെ വിളിക്കണമെങ്കിൽ ഈ ഖുർആനിൽ ഇങ്ങനെ ഒരു വചനമില്ല എന്നിവരറിയണം. വാട്സപ്പ് കോളേ കിട്ടൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാധാ കോള് കിട്ടില്ല. ആരൊക്കെയോ കോള് വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. വാട്സപ്പ് കോളേ കിട്ടുള്ളൂ, മറ്റേ കോള് കിട്ടില്ല. അപ്പോ ഇത് നോക്കിക്കോ. തീർച്ചയായും നാം മനുഷ്യർക്കു വേണ്ടി സത്യപ്രകാരമുള്ള വേദഗ്രന്ഥം നിന്റെ മേൽ ഇറക്കി തന്നിരിക്കുന്നു. ശരി. അതുകൊണ്ട് വല്ലവനും സന്മാർഗം സ്വീകരിച്ചാൽ അതവന്റെ ഗുണത്തിനു വേണ്ടി, വല്ലവനും പിഴച്ചു പോയാൽ അത് അവൻ വഴി പിഴച്ചു പോകുന്നതിന്റെ ദോഷവും അവന് തന്നെ. നീ അവരുടെ മേൽ ഒരു കൈകാര്യകർത്താവുമല്ല. അതിന് നബി കൈകാര്യകർത്താവല്ല, പടച്ചോൻ കൈകാര്യകർത്താവല്ലേ? പടച്ചോനല്ലേ? നമുക്ക് സന്മാർഗം നൽകേണ്ടത് പടച്ചോനാണ്. ആ പടച്ചോൻ സന്മാർഗം നൽകാത്തതിന്റെ പേരിൽ പിന്നീട് ആ പടച്ചോൻ വിശ്വാസികളെ ശിക്ഷിച്ചിട്ട് എന്താണ് കാര്യമെന്നേ. അതുകൊണ്ട് അതേ അർത്ഥം തന്നെയാണ് അടുത്ത ഒരു വചനത്തിന്. എന്തായാലും നമ്മൾ പറയുന്നതിനൊരു ആധികാരികത വേണമല്ലോ. വെറുതെ പറഞ്ഞിട്ട് പോകണമെന്ന് ഇവർ പറഞ്ഞു കളയും കേട്ടോ. ലൈവ് ആയതുകൊണ്ടാണ് ഞാൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാത്തത്. അനൂപ് ഹായ്, നമ്മുടെ മെമ്പറാണ്. ഓക്കെ, മെമ്പർക്ക് മാത്രമായിരുന്നു വേണ്ട, എല്ലാവർക്കും ഹായ് പറയും. ഞാനിപ്പോ പച്ചയിൽ കണ്ടതുകൊണ്ട് നോക്കിയതാണ്. 46, 41-ൽ 46 നോക്കിയോ. മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി വമൻ അസാഅ ഫഅലൈഹാ വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽഅബീദ്. ഓക്കേ, വല്ലവനും നല്ലത് പ്രവർത്തിച്ചാൽ അതിന്റെ ഗുണം അവന് തന്നെയാകും. വല്ലവനും തിന്മ ചെയ്താൽ അതിന്റെ ദോഷവും അവന് തന്നെ. നിന്റെ രക്ഷിതാവ് അടിമകളോട് അനീതി കാണിക്കുന്നവനേ അല്ല. ഒരു ഹദീസിലുണ്ട്, ഒരു സ്ത്രീ ഗർഭം ധരിച്ചു. 40-ാമത്തെ ദിവസം, അതായത് ആ സ്ത്രീ ഗർഭം ധരിച്ച 40-ാമത്തെ ദിവസം അവരുടെ ഗർഭാശയത്തിലേക്ക് അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിടും. എന്നിട്ട് ഈ മലക്കിനോട് അല്ലാഹു 4 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ പറയും. അതിലൊന്ന് അവൻ എന്ത് പ്രവർത്തിക്കണം എന്നതാണ്. എവിടെ മരിക്കണം, എപ്പോൾ മരിക്കണം, അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, അവൻ എന്ത് കഴിക്കണം, കഴിക്കുന്ന ഭക്ഷണം, അവൻ കഴിക്കുന്ന ഭക്ഷണം 1, അവൻ എന്ത് ചെയ്യണം എന്നത് 2, അവൻ എവിടെ മരിക്കണം, എപ്പോൾ മരിക്കണം എന്നത് 3, അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എന്നത് 4. ഈ 4 കാര്യങ്ങൾ മാതാവിന്റെ ഗർഭാശയത്തിൽ എഴുതി വച്ചിരിക്കുന്നു പടച്ചോൻ. അവന് പിന്നെ അങ്ങനെ പ്രവർത്തിക്കാനല്ലേ പറ്റുള്ളൂ സുഹൃത്തുക്കളെ. പടച്ചോൻ വിധിച്ചിട്ട് പോയതല്ലേ. പിന്നെ സന്മാർഗം സ്വീകരിച്ചാൽ നിനക്ക് തേങ്ങ തരും, ദുർമാർഗം സ്വീകരിച്ചാൽ നിനക്ക് പാക്ക് തരും. പാക്ക് എന്ന് പറഞ്ഞാൽ അടയ്ക്ക.
എന്ത് കാര്യമുണ്ട്? പടച്ചോൻ ഇങ്ങനെ വെറുതെ പരിഹസിക്കപ്പെടുകയാണ്. നമ്മളാരും പരിഹസിക്കുന്നതല്ല. ഇനി പടച്ചോൻ വിചാരിച്ചാൽ സന്മാർഗത്തിലാകില്ലേ? ഞാനാണെങ്കിലും ഇനി എന്നെ പോലെയുള്ള മറ്റുള്ളവരാണെങ്കിലും ആകുമല്ലോ, ആകും. പക്ഷേ നാം നനച്ചാ പുലിയെ പിടിപ്പേ, ആന ഉശിര് പോനാലും നനയ്ക്ക മാട്ടേ. അല്ലാഹു പറയാണ്, അതെ, ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിലും അവർ വിശ്വസിക്കില്ല. കാരണം എന്താ? സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം ഈ സത്യനിഷേധികളാക്കിയതാരാ? ഗർഭാശയത്തിൽ വെച്ച് പടച്ചവനാ. വല്ലതും മനസ്സിലായോ? എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് അള്ളാഹു എഴുതി വെച്ചതിനനുസരിച്ചിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ അള്ളാഹു തന്നെ അത് അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവരും കിണഞ്ഞു പരിശ്രമിച്ചാലും ഇല്ലെങ്കിലും ജാമിദ വിശ്വസിക്കില്ല. കാരണം എന്താ നോക്കോ, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സ്വാരിഹിം ഗിശാവ വലഹും അദാബുൻ അളീം. അല്ലാഹു പറയാണ്, അവരുടെ കണ്ണുകൾക്ക്, കാതുകൾക്ക്, ഹൃദയങ്ങൾക്ക് ഞാൻ സീല് വെച്ചിട്ടുണ്ട്, മുദ്ര വെച്ചിട്ടുണ്ട്, ക്ലോസ് ചെയ്തു. അവരുടെ കണ്ണിൽ മൂടികളുണ്ട്, കാണില്ല. കാതിൽ മൂടികളുണ്ട്, കേൾക്കില്ല. ഹൃദയം കൊണ്ടാണല്ലോ ഖുർആനിലെ ചിന്ത. ശരി, പടച്ചോൻ ഇങ്ങനത്തെ ഒരു യുഗത്തെ കുറിച്ചിട്ടൊന്നും അറിയില്ലായിരുന്നു. പോട്ടെ. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ അള്ളാഹു സീല് ചെയ്തിട്ടുണ്ട്, മുദ്ര വെച്ചിട്ടുണ്ട്, പൂട്ടിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലഹും അദാബുൻ അലീം, അതാണെന്ന് എനിക്ക് മനസ്സിലാകാത്ത, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന്. എന്റെ പൊന്നു പടച്ചോനെ, ഞാൻ ഇതുകൊണ്ടാണ് ചോദിക്കുന്നത്, പടച്ചോൻ വന്ന വഴിക്ക് തല എവിടെയെങ്കിലും മുട്ടിയോ? എന്തോ കൂടിയ ഇനം അടിച്ചിട്ടെന്ന് പറയുന്നത് പോലെയല്ലേ തോന്നുന്നത്? നിങ്ങൾ കാണില്ല, കണ്ണുകൾക്ക് ഞാൻ അന്ധതയുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കേൾക്കില്ല, കാതുകൾക്ക് ഞാൻ ബധിരതയുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഞാൻ സീല് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ ഞാൻ വേദനാജനകമായി ശിക്ഷിക്കും കേട്ടോ. എന്തോത്തിന്? പടച്ചവൻ വിചാരിച്ചെങ്കിൽ എനിക്ക് കാണാനും കേൾക്കാനും ചിന്തിക്കാനും ഒക്കെ പറ്റില്ലേ സുഹൃത്തുക്കളെ? പിന്നെ എന്നെ ശിക്ഷിച്ചിട്ട് എന്താണ് കാര്യം? എടാ മറ്റവനെ, എടാ അബ്ദുൽ ലത്തീഫെ, ലിംഗം ഒന്ന് മാറ്റി വെച്ചിട്ട് ചിന്തിക്കടാ മലരെ. നിന്റെ വാപ്പ നിന്നെ ഉണ്ടാക്കിയവനുണ്ടോടാ? ഉണ്ടോടാ അബ്ദുൽ ലത്തീഫെ? അവൻ വിളിക്കുന്ന തെറിങ്ങളൊന്ന് നോക്കിക്കേ, നോക്ക്. ഒരു മുഹമ്മദിയന്റെ യഥാർത്ഥ ചിന്തയാണ്. തസ്ന, എന്തിനാണ് പരീക്ഷണം? എല്ലാം അറിയുന്ന പടച്ചോൻ എന്തിന് പരീക്ഷിക്കണം? അതല്ലെങ്കിൽ പടച്ചോൻ ഇത്തരം അവകാശവാദങ്ങളൊന്നും പറയരുതായിരുന്നു. സന്മാർഗം നൽകൽ എന്റെ കടമയാണ്. ഞാനാണ് സന്മാർഗം നൽകുന്നത്. ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് സന്മാർഗം നൽകുമായിരുന്നു. ഞാൻ വിചാരിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് സന്മാർഗം നൽകാത്തത്. പക്ഷേ സന്മാർഗം സ്വീകരിക്കുന്നവൻ രക്ഷപ്പെട്ടു, സന്മാർഗം സ്വീകരിക്കാത്തവൻ പിഴച്ചുപോയി. ഞാൻ നിങ്ങളുടെ കണ്ണിലും കാതിലും ഹൃദയത്തിലും ഒക്കെ മറ വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും. എന്തിന്? കാണാത്തത് കൊണ്ട്, കേൾക്കാത്തത് കൊണ്ട്, സംസാരിക്കാത്തത് കൊണ്ട്, ചിന്തിക്കാത്തത് കൊണ്ട്. ഇതാണ് പടച്ചോൻ പറയുന്നത്. അപ്പോ ഇവിടെ പടച്ചോൻ ഇങ്ങനെയാണെങ്കിൽ പടച്ചോന്റെ പടപ്പുകൾ എങ്ങനെ ചിന്തിക്കും? ഞാൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് എല്ലാം അറിയുന്ന അദൃശ്യജ്ഞാനിയായ അള്ളാഹു പറയുന്നതെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ നബിയുടെയും ഒക്കെ ഗുണ്ടകൾ ഈ രൂപത്തിൽ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നതിനും വിവരക്കേടുകൾ പറയുന്നതിനും വല്ല കുഴപ്പമുണ്ടോ? ഇത് ഗ്രന്ഥങ്ങളിൽ ഉണ്ടോന്നെങ്കിലും നോക്കാൻ. അയ്യോ, എന്നിട്ടും ഇവിടെ എന്നെ വന്ന് തെറി വിളിക്കുന്ന ഇവന്റെയൊക്കെ ഒരു മാനസികാവസ്ഥയെ എന്ന് മനസ്സിലാകുമെന്നാണ് ഈ ബലാക്കൾക്ക്. അയ്യോ, അത് തന്നെയല്ലോ DNA. ഞാൻ നരകത്തിൽ പോയിക്കോട്ടെ, ഇവർക്ക് എന്താ? ഇവർക്ക് സ്വർഗം കൊടുക്കാൻ ആരെങ്കിലും പറഞ്ഞു? ഇവർക്ക് സ്വർഗം കൊടുക്കാന്ന് ആരെങ്കിലും പറഞ്ഞു? എന്നാലല്ലേ നരകം തരുന്ന എന്നെ കുറിച്ചിട്ട് ഇവർ വിഷമിക്കേണ്ടതുള്ളൂ. അടുത്ത ഒരു വചനം നോക്കിക്കോ. വമിൻഹും മൻ യസ്തമിഉ ഇലൈക. അതെ,
നീ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. നബിയോട് പറയാം. എന്നാൽ അതവർ ഗ്രഹിക്കാത്ത വിധം ശ്രദ്ധിച്ചു കേട്ടോ. അവരുടെ ഹൃദയങ്ങളിൽ മേൽ നാം മൂടികൾ ഇടുകയും അവരുടെ കാതുകളിൽ അടപ്പ് വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അവരതിൽ വിശ്വസിക്കുകയില്ല. അങ്ങനെ അവർ നിന്റെ അടുക്കൽ നിന്നോട് തർക്കിക്കുവാനായി വന്നാൽ ആ സത്യനിഷേധികൾ പറയും, ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകളല്ലാതെ മറ്റൊന്നുമല്ല. കാക്കമാര് പോട്ടെ, മറ്റുള്ളവര് നല്ല ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ടെന്ന് ഇത് ചിന്തിക്കാൻ. നബിയുടെ ചുറ്റിനും കുറെ ആളുകളുണ്ട്. അള്ളാഹു പറയാണ്, നീ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾ ഉണ്ട് കേട്ടോ. അവർ ശ്രദ്ധിച്ച് കേൾക്കും, പക്ഷെ അവർക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. കാരണം എന്താ? അതെ, ഞാൻ അവരുടെ കഴുത്തിലും കാതിലും കണ്ണിലും കാതിലും ഒക്കെ ഹൃദയത്തിലും ഒക്കെ മൂടിയിട്ടിട്ടുണ്ട്. അവർ കേൾക്കൂലെന്ന്. പഠിച്ചതൊക്കെ ഒരു തമാശയാ. പടച്ചോനാണ് കണ്ണിലും കാതിലും ഒക്കെ മൂടികൾ ഇട്ടിരിക്കുന്നത്. പടച്ചോൻ പറയാണ്, ഞാൻ പൂട്ടിട്ടേക്കാണ്, അവർ കേൾക്കില്ല. എന്നിട്ട് അവരുടെ കാതിൽ ഞാൻ അടപ്പ് വെച്ചു, ഹൃദയങ്ങളിൽ മൂടിയിട്ടു, അവര് കാണില്ല. എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ നീ കാണിച്ചു കൊടുത്താലും ശരി, അവര് കേൾക്കില്ല. അള്ളാഹു ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാണ് പറഞ്ഞതാ, അവര് കാണത്തും കേൾക്കത്തൊന്നുമില്ലടാ, ഞാനേ അവരുടെ കണ്ണും കാതും ഹൃദയമൊക്കെ മൂടിയിട്ടുണ്ട്. പിന്നെ എന്തോ തേങ്ങയ്ക്കാണ് അവരെ പിടിച്ച് ശിക്ഷിക്കുന്നത്. കുട്ടുകത്തിനകത്ത് എണ്ണ തിളപ്പിച്ച് വെച്ചിട്ട് അവരെ മുക്കിപ്പൊരിച്ചെടുക്കുന്നത് എന്തിനാ? അവർക്ക് ഫ്രീ വില്ല് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? അവര് വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്ന് അവര് തിരഞ്ഞെടുക്കുമായിരുന്നില്ലേ? ഇതെല്ലാം ഞാൻ 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 എന്ന് വിളിച്ചു പറഞ്ഞിട്ട്, ഞാൻ വിചാരിച്ചാലേ സകലതും നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്, ഞാനാണ് നിങ്ങൾക്ക് സന്മാർഗം നൽകുന്നത് എന്ന് പറഞ്ഞിട്ട്, ഞാനാണ് നിങ്ങൾക്ക് ദുർമാർഗം നൽകുന്നത് എന്ന് പറഞ്ഞിട്ട്, പിന്നീട് ദുർമാർഗം കിട്ടിയവനെ ശിക്ഷിക്കുക, സന്മാർഗം കിട്ടിയവനെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് വീണ്ടും 72 ഹൂറികളെ കൊടുക്കുക. ഇതാണ് പടച്ചോന്റെ ഒരു ആകെയുള്ളൊരു സമാധാനം. ഇതേ അധ്യായത്തിൽ തന്നെ മറ്റൊരു വചനത്തിലും അള്ളാഹു ഇതേപോലെ തന്നെ പറയുന്നത്. ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് പണിയാണ് കേട്ടോ. നിങ്ങൾ പറയുന്നു എനിക്കൊരു ജോലിയില്ല, ഇതൊക്കെ കണ്ടുപിടിക്കുന്ന വലിയ ഒരു കൂലിപ്പണിക്കൊക്കെ പോയി ഇതിനെക്കാട്ടി നല്ലതുപോലെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നോക്കിയോ 110, അതായത് 6-ാം അധ്യായമായ സൂറത്ത് അൽ അൻആം, കാലികൾ. ആ അധ്യായത്തില് 110, 6-ാം അധ്യായമാണ്. 110 അല്ലാഹു പറയാണ്, ഇതിൽ അതായത് ഖുർആനിൽ ആദ്യ തവണ അവർ വിശ്വസിക്കാതിരുന്നത് പോലെ തന്നെ ഇപ്പോഴും നാം അവരുടെ മനസ്സുകളെയും കണ്ണുകളെയും മറിച്ചുകൊണ്ടിരിക്കും. അവരുടെ ധിക്കാരവുമായി വിഹരിച്ചു കൊള്ളുവാൻ നാം അവരെ വിട്ടേക്കുകയും ചെയ്യും. പടച്ചോനല്ലേ ഇതെല്ലാം ചെയ്യുന്നതും പറയുന്നതും. പടച്ചോൻ ആ കണ്ണിൽ നിന്ന് മൂടിയും കാതിൽ നിന്ന് ആ കോപ്പും ഹൃദയത്തിൽ നിന്ന് ആ മറയും ഒക്കെ എടുത്തു മാറ്റിയാ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ലേ? ഞാനും സന്മാർഗത്തിലേക്ക് ഓടി വരില്ലേ? ഇങ്ങനെ പേടിച്ച് ഭയന്ന് ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഒരാഴ്ച ഒരു വീട്ടില്, അടുത്ത ആഴ്ച അടുത്ത വീട്ടില്, ഇങ്ങനെ പറക്കി കെട്ടിയില്ല പൂച്ച കുട്ടികളെയും കഴുത്തില് കടിച്ചു പിടിച്ച് കൊണ്ടുപോകുന്നത് പോലെ പോകേണ്ട കാര്യമുണ്ടോ? സുന്ദരമായിട്ട് ജീവിച്ചൂടെ എനിക്കും നിങ്ങളൊക്കെ ജീവിക്കുന്നത് പോലെ നിർഭയം? എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങളോടൊപ്പം എനിക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ? ഒരു നഷ്ടബോധവും ഇല്ലാതെ, ഒരു ലോൺലിനെസ്സും ഇല്ലാതെ എനിക്ക് ജീവിച്ചൂടെ? പടച്ചോനെ മൂടി അങ്ങ് എടുത്താ പോരെ? എന്നാ എനിക്ക് അപ്പിക്കുപ്പായത്തിനകത്ത് വീണ്ടും കയറാമായിരുന്നല്ലോ. പടച്ചോൻ സമ്മതിക്കത്തില്ല. പടച്ചോൻ പറയണത്, പടച്ചോൻ വിചാരിച്ചാ പുലിയെ പിടിപ്പേ, ആന ഉശിര് പോനാലും നനയ്ക്കമാട്ടെ എന്നാണ് പടച്ചോൻ പറയുന്നത്. ഇനി ഒരു 2 വചനം കൂടി നോക്കാൻ നമുക്കൊരു സമയമുണ്ട്. 1 മണിക്കൂറായിട്ടില്ല. ഇതുവരെ നമ്മുടെ കാക്കമാർക്കൊന്നും വിളിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. ആരൊക്കെ മെസ്സേജുകൾ അയക്കുന്നതിന് ഒരു കാര്യമില്ല, മെസ്സേജ് നോക്കില്ല. നോക്കിയോ 7-ാം അധ്യായം അറാഫ്. അറാഫ് എന്താ? കൂട്ടങ്ങൾ. നേരത്തെ പറഞ്ഞത് അന്നാമല്ലേ, കാലികൾ.
ഇത് നോക്കിക്കോ, അള്ളാഹു പറയാണ് 100-ാമത്തെ വചനത്തില്, അവകാശികൾക്കു ശേഷം ഭൂമിയുടെ അനന്തരാവകാശികളായി തീരുന്നവർക്ക് നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ കുറ്റകൃത്യങ്ങളുടെ ഫലമായി നാം ശിക്ഷയേൽപ്പിക്കുന്നതാണ് എന്ന ബോധം അവരെ നേർവഴിക്ക് നയിക്കുന്നില്ല. അള്ളാഹു സ്വർഗത്തിലാക്കും, അയ്യോ ഇട്ട് പൊരിക്കുമേ, കത്തിക്കുമേ, പിഞ്ചു പിഞ്ചാക്കി എടുക്കുമേ എന്ന് വിചാരിച്ചിട്ട് സന്മാർഗത്തിലേക്ക് വരാൻ പേടിപ്പിച്ചിട്ടേ ഞെക്കി പഠിപ്പിച്ച പടച്ചോനെ മധുരം ഉണ്ടാവില്ല. എന്നിട്ട് പറയാണ്, അടുത്ത സെന്റൻസ് ആണ് അതിലേറെ രസകരം, നാം അവരുടെ ഹൃദയങ്ങളിൽ മുദ്ര വെക്കുകയും ചെയ്യും. എന്തോ പിന്നെ ഇതല്ലേ പിന്നെയും വിഷമം വരുന്നത്. ഹൃദയത്തിൽ മുദ്ര ഉണ്ടാക്കിയേക്കുവോ കേറാതിരിക്കാൻ അങ്ങോട്ടേ. അപ്പോഴവർ ഒന്നും കേട്ടു മനസ്സിലാക്കാതെയായി തീരും. അയ്യോ, കേൾക്കാനും പറ്റില്ല, കാണാനും പറ്റില്ല, ചിന്തിക്കാനും പറ്റില്ല. കാരണം പടച്ചോനാണ് ആവരണം ഉണ്ടാക്കിയിരിക്കുന്നത്, സീല് വെച്ചിരിക്കുന്നത്, മുദ്ര വെച്ചിരിക്കുന്നത്. എന്നിട്ട് നരകത്തിൽ കൊണ്ടുപോയി ശിക്ഷിക്കുകയും ചെയ്യുമെന്ന്. അയ്യോ, അള്ളാഹുവാണ് നമ്മളെ ഈ രൂപത്തിലാക്കുന്നത് എന്ന് പടച്ചോൻ പറയുന്നു. എന്നിട്ട് പടച്ചോൻ തന്നെ നമ്മളെ മാരകമായ രൂപത്തിൽ ശിക്ഷിക്കുമെന്നും പടച്ചോൻ തന്നെ പറയുന്നു. പടച്ചോൻ നൽകണം സന്മാർഗം, അല്ലാതെ നിങ്ങൾ ആരും വിചാരിച്ചാൽ സന്മാർഗം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നും പടച്ചോൻ തന്നെ പറയുന്നു. ആ പടച്ചോൻ സന്മാർഗം തരാതിരുന്നിട്ട് പടച്ചോനെ ഞാൻ എന്ത് ചെയ്യാനാ പടച്ചോനെ, നീ അല്ലാതെ വേറെ ആർക്കെങ്കിലും സന്മാർഗം തരാൻ പറ്റുമോ? അടുത്ത വചനം നോക്കാം. 9-ാം അധ്യായം സൂറത്ത് തൗബ, പശ്ചാത്താപം. അള്ളാഹുവിന് പണി കിട്ടിയ ഒരു വചനം കൂടിയാണ് ഇത് കേട്ടാ. ഇതിലെ എത്രയാ 127-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, ഏതെങ്കിലും ഒരു അധ്യായം അവതരിക്കപ്പെട്ടാൽ അവരിൽ ചിലർ മറ്റു ചിലരെ നിങ്ങളെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന ചോദ്യഭാവത്തിൽ നോക്കും. എന്നിട്ട് അവർ തിരിഞ്ഞു കളയുകയും ചെയ്യും. അവർ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനവിഭാഗമായതുകൊണ്ട് അള്ളാഹു അവരുടെ മനസ്സുകളെ തിരിച്ചു കളഞ്ഞിരിക്കുവാണ്. അവരെ അങ്ങനെ ആക്കിയത് പഠിച്ചോളൂ. ഒരിക്കലും ഒന്നും മനസ്സിലാക്കാത്ത ജനവിഭാഗങ്ങളായി, ചണ്ടികളായി, ചവറുകളായി നരകത്തിന്റെ കീഴാം നരകത്തിൽ കിടന്ന് വെന്തെരിയണമെന്ന് പടച്ചോൻ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ട് പടച്ചോൻ പറയാണ്, അവരെ നിഷേധികളായി പോയത് കൊണ്ടാണ് പടച്ചോൻ അവരെ അങ്ങനെ ആക്കിയത് എന്ന്. പടച്ചോനല്ലേ പടച്ചോനെ നിഷേധിയാക്കിയത്. ഇബ്ലീസിനെ വഴി പിഴപ്പിച്ചതും സകലമാന വിശ്വാസികളെയും പിഴപ്പിക്കാൻ ഇബ്ലീസിനെ കയറൂരി വിട്ടതും പടച്ചു. എന്നിട്ട് പടച്ചോൻ പറയാണ്, ഇതേ ഉള്ളൂ കാര്യം. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 2 മക്കൾ, ഒരാൾക്ക് ബിരിയാണി കൊടുത്തു, ഒരാൾക്ക് ബിരിയാണി കൊടുത്തില്ല. ബിരിയാണി കിട്ടാത്തവനോട് ചോദിക്കുക, എന്താടാ തിന്നാത്ത നീ? അതെയോ വാപ്പ തന്നില്ലല്ലോ, ഉമ്മച്ചി തന്നില്ലല്ലോ എനിക്ക് ബിരിയാണി. എന്താടാ നീ തിന്നാത്തത്? ഉമ്മ തന്നില്ലല്ലോ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. ഇത് മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഓക്കെ, ശരി. ഇനി ഫാത്തിമ നിഷാദ്, നിനക്ക് ഈ വിഷയം മാത്രമേ സംസാരിക്കാനുള്ളൂ എന്നും ഇത് തന്നെ. അതെ, എന്നും ഈ ഖുർആനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. മുഹമ്മദ്, ഇസ്ലാമിനെ പറ്റി ഒന്നും പോസിറ്റീവായി പറയാനില്ല, എപ്പോഴും നെഗറ്റീവാണല്ലോ. പോസിറ്റീവായിട്ട് നമ്മൾ ഉസ്താദുമാർ പറയുന്നുണ്ടല്ലോ, അവർ മറച്ചു വെക്കുന്ന കാര്യങ്ങളല്ല ഞാൻ പറയുന്നുള്ളൂ. ടീച്ചർ, ഇഫ് പോസിബിൾ ക്യാൻ യു എക്സ്പ്ലെയിൻ? ശരി ആലോ. ഓക്കെ, പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരിക്കൽ കൂടി പറയാം. ഓക്കെ. ജുബിൻ മാടശ്ശേരി, ഗവൺമെന്റ് ജോലിയുണ്ടോ? ഇല്ല. തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ജിഫി ടോക്സ്, ചാക്കുകുപ്പായം ആയത്തിറക്കിയത് സ്ത്രീകളുടെ സംരക്ഷണത്തിനാണോ? അതിന്റെ സന്ദർഭം ഒന്ന് വിവരിക്കാമോ? നമ്മുടെ സമയം കഴിഞ്ഞല്ലോ സുഹൃത്തെ, നമുക്ക് അപ്പിക്കുപ്പായത്തെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, 1 മണിക്കൂർ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അഹ്സാബിലെയും നൂറിലെയും വചനങ്ങളൊക്കെ എടുത്തിട്ട് പറയണം. നമുക്ക് പറയുമ്പോൾ ഒരു ആധികാരികത വേണ്ടേ? അടുത്തത് ഷെഹ്സീൻ, ഇത് പറയടോ, അല്ല ഇല്ലെങ്കിൽ ഇയാള് ഇമാമ് നിന്ന് നമസ്കരിക്കുന്നത് കണ്ടിരുന്നല്ലോ, അത് ആരോടാണാവോ? അത് അന്ന് ഞാൻ യുക്തിവാദിയായിരുന്നു, അല്ല, അന്ന് ഞാൻ വിശ്വാസിയായിരുന്നു. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ജുമാ നമസ്കരിച്ചത്. അന്ന് വിശ്വാസം ഉണ്ടായിരുന്നു, ഹദീസിലല്ല ഖുർആനിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നീട് ഖുർആന്റെ വിശ്വാസവും പോയി. ഋഷാൻ, ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് എത്ര കിട്ടും? അതിപ്പോ എങ്ങനെയാ പറയുക? നിന്റെ വാപ്പയല്ലേ കൊണ്ടു തന്നുകൊണ്ടിരിക്കുന്നത്, വാപ്പ പറഞ്ഞ ആരോടും പറയരുത്.
ഇത് പറഞ്ഞതിൽ തന്നെ പിന്നെയും പിന്നെയും കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മൂർത്തി, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യനെ കേടുവരുത്താൻ ഒരു പിശാചിനെ സൃഷ്ടിച്ചു വെച്ച ആളാണല്ലോ. പറയാനുണ്ടോ? സ്വർഗം സൃഷ്ടിച്ചു, സ്വർഗത്തിലേക്ക് ആൾക്കാരെയും സൃഷ്ടിച്ചു. നരകം സൃഷ്ടിച്ചു, നരകത്തിലേക്ക് ആൾക്കാരെയും സൃഷ്ടിച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ്, മനുഷ്യനെയും ജിന്നുകളെയും ഞാൻ നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരും. എന്താണ് അവർ ചെയ്ത തെറ്റിലേക്കും കൊലൂബിന് അവർക്ക് ഹൃദയം ഉണ്ടായിരുന്നു, ലാ യഫ്ഖഹൂന ബിഹ, അതുകൊണ്ട് അവർ ചിന്തിച്ചിട്ടില്ല. ലഹും അയുൻ, അവർക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നു, ലാ യബ്സറൂന ബിഹ, അതുകൊണ്ട് അവർ കണ്ടിട്ടില്ല. ലഹും ആദാനു ലാ യസ്മഊന ബിഹ, അവർക്ക് ചെവികൾ ഉണ്ടായിരുന്നു, അവർ കേട്ടിട്ടില്ല. ഉലൈക കൽഅൻആം, അവരാണ് മൃഗങ്ങളെ പോലെയുള്ളവർ. ബൽഹും അള്ളാഹു അതിനേക്കാൾ വഴി വിളിച്ചതയ്യോ. ഈ പഠിച്ചോൻ എന്തൊരു കോമഡിയാണോ. നരകം സൃഷ്ടിച്ച് നരകത്തിലേക്ക് നമ്മളെ വലിച്ചഴിച്ചു കൊണ്ടുവരും അത്രേ. എന്നിട്ട് പിന്നീട് അവർക്ക് കണ്ണും കാതും ഒക്കെ ഉണ്ടായിരുന്നു, അവർ ചിന്തിച്ചില്ല. അതിലൊക്കെ സീല് വെച്ചെന്ന് നേരത്തെ തന്നെ പഠിച്ചോൻ പറയുന്നുണ്ട്. അബ്ദുൽ ലത്തീഫ് എന്തോ ഒരു മുറിയ നല്ല കാമഭ്രാന്തനാണ്. ഞാൻ എൻ്റെ നേരത്തെ പറഞ്ഞതെല്ലാം വൾഗർ മെസ്സേജുകളാണ് കേട്ടോ. ഞാൻ എൻ്റെ പഠിച്ചോനെ മാത്രമാണ് വിശ്വസിക്കേണ്ടത്, നിന്നോട് വിശ്വസിക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. നീ നിന്റെ മരം ഓഡിയോ എനിക്ക് മയിലാടിയുന്നു. അതിന് നിന്നോട് ആര് വിളിച്ചതാ? ഇവിടെ ഇറങ്ങി പോടാ കൂതറല്ലേ. വാ, റെസ്പെക്ട് ഓൾ റിലീജിയൻ തള്ളേ. അതിന് എനിക്കെന്തോ വേണോടാ? നീ റെസ്പെക്ട് ചെയ്തു, അതുപോലെ ഞാനും ചെയ്യണമെന്ന് നീ നിർബന്ധിക്കുമ്പോൾ മാത്രമല്ലേ ഇവിടെ പ്രശ്നമുള്ളൂ. നൗഷ്, നീ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നിന്നെ ആര് വിശ്വസിക്കണ്ട? നീയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ മനുഷ്യനും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷമുള്ള അറിവാണോടാ നിനക്ക് ഇപ്പോൾ ഉള്ളത്? അല്ല, അറിവുകൾ മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവൻ ശവമോ. ക്യാഷ് ഉണ്ടാക്കാൻ വേറെ എന്തെല്ലാം മാർഗമുണ്ട്? നിന്റെ ഉമ്മ ഉണ്ടാക്കുന്ന മാർഗം എനിക്ക് അറിയില്ല ഋഷാനെ. ജസ്ലാമാണ് ശരി. അറിയാമോ? അറിഞ്ഞാൽ എന്താ, അറിഞ്ഞില്ല നമ്മുടെ വിഷയം അതല്ലല്ലോ ജുബിനെ. അറിയാമോ അറിയത്തില്ല. എത്രയോ വ്യക്തികളുണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നവര്. ചിലരെ അറിയാമായിരിക്കും, ചിലരെ അറിയത്തില്ലായിരിക്കും. അറിഞ്ഞത് എന്ത് കാര്യമുണ്ട്? നിങ്ങൾ ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കും. ഒരു കാര്യമില്ല, അതൊരു കമന്റ് തന്നെ വന്നിട്ട് 1000 വട്ടം ഇട്ടേക്കാം. ടീച്ചർ ഏത് മതക്കാരത്തിയാണ്? ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല അല്ലേ? കഷ്ടം. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഖുർആനിൽ വിശ്വാസമില്ലാതാവാൻ കാരണമായത്? ഇത്രയും കാലം മതം പഠിച്ചു, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ട് നല്ലൊരു ജോലി. അഭിഷേക്, ഇത് പഠിച്ചതുകൊണ്ട്. ഖുർആനിലെ വിശ്വാസം നഷ്ടപ്പെട്ടത് വിശ്വാസമുള്ള സമയത്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാസം പോയി. ഓക്കെ, നല്ല ഉസ്താദാണ്. എവിടുന്ന ഇത്രയും ഇസ്ലാം പഠിച്ചത്? നിന്റെയൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ. LTL, നിന്റെ മരണസമയം എങ്ങനെയായിരിക്കും? ആ സമയം നിന്റെ എങ്ങനെയാണ്? നിന്റെ നിനക്കറിയോ? ആദ്യം പോയി നിന്റെ നോക്ക് പോ. ചെൽ. ജാസുമൈൻ, അബ്ദുർ അല്ലാഹ് ആരാണെന്ന് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ജീവിക്കുന്ന 72കാരനെ കെട്ടിയ ജിന്നെ. ആദ്യം മലയാളം എഴുതാൻ പഠി പിള്ളേരെ പോ. നീ വിളിച്ചതിന് നമ്മളെ എന്തിനാ? നിന്നെ ആര് പറഞ്ഞു? അഹമ്മദ് മിയാനത്ത്, ഇവനെ ആരോ പറഞ്ഞു? നിന്നെ ആര് പറഞ്ഞടാ? ആരും പറഞ്ഞിട്ടില്ല. നിന്നെ എഴുന്നേറ്റ് പോടാ. ആദ്യം ചെവി കൊണ്ട് കേൾക്കടാ. പോ, ലിംഗം കൊണ്ട് കേൾക്കുന്നത് നിന്റെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാ പറയാ? അബ്ദുൽ ലത്തീഫ്, നായിൻ്റെ മോളെ, നീ എൻ്റെ കൈപ്പാട്ടിൽ ഉണ്ടെങ്കിൽ ഒറ്റ നിന്റെ ഷോൾഡർ പിന്നെ ഉണ്ടാവില്ല കേട്ടാ. ഞാൻ അടിക്കാൻ കൈ പൊക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പൊടാ പൊടാ. റിഷാൻ, നിനക്ക് എത്ര വയസ്സായി? വേറെ പ്രപ്പോസൽ നോക്കുന്നില്ല, ആളുണ്ട്. നീ മറ്റുള്ളവരോട് വിശ്വസിറ്റി കൊണ്ട് ആദ്യം മലയാളം എഴുതാൻ പഠിക്കുമോ? അജു, എന്തിനാണ് ടീച്ചർ ഒരു മതത്തിനെ ഇങ്ങനെ അവഹേളിക്കുന്നത്? മതഗ്രന്ഥത്തിനകത്ത് പറഞ്ഞത് പോലെ ഞാൻ പറഞ്ഞു, അത് അവഹേളനമായിട്ട് നിങ്ങൾക്ക് തോന്നിയത് എൻ്റെ കുഴപ്പമല്ല സുഹൃത്തെ. വേറൊരു മലരൻ, ആഷിക്ക്, നിന്റെ പേര് അമ്മു എന്നാണോ? തലയിൽ തട്ടമില്ലല്ലോ. നീ എല്ലാവരെയും തട്ടയിടിക്കാൻ എന്താടാ? പഠിച്ചോണ്ടിരുന്ന് കൊട്ടേഷൻ വാങ്ങിച്ചിട്ട് വന്നതാ. ആദ്യം നിന്റെ വീട്ടുകാരെ പീഡിക്കിച്ചല്ലേ. അവരെ പോലും ഇടിക്കാൻ നിനക്ക് റൈറ്റ്സ് ഇല്ല, അവരും സ്വതന്ത്ര വ്യക്തികളാണ്. ടീച്ചർ മറ്റു മതങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ജോർജ്, ഇല്ല. ഫെബീന ജാസ്മിൻ, പഠിക്കും തോറും വിശ്വാസം നഷ്ടമാകുന്നു. എനിക്ക് പഠിക്കും തോറും മാത്രമല്ല ഫെബീന, നമ്മൾ ചിന്തിക്കണം. ഈ ഖുർആൻ വചനം ഖുർആനിലുണ്ടോ? ഇത് ഖുർആനിൽ എങ്ങനെ വന്നു? ഒരു കാരുണ്യവാനായി പഠിച്ചുകൊണ്ട് ഇത് പറയുമോ? അല്ലാഹു അല്ലേ സന്മാർഗം നൽകണം. ഞാനും പറഞ്ഞ ആയത്തുകളൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് നോക്കുക. ഞാൻ നോക്കേണ്ടുന്ന ഒരു 3-4 വചനങ്ങൾ മാത്രം പറഞ്ഞുതരാം.
7-ാം അധ്യായത്തിലെ 16 ഇബ്ലീസ് പറയുന്നുണ്ട് പടച്ചവനാണ് എന്നെ വഴി പഠിപ്പിച്ചത്. അത് നോക്കിക്കോ. 17-ാം അധ്യായത്തിലെ 15, 39-ാം അധ്യായത്തിലെ 41, 41-ാം അധ്യായത്തിലെ 46, 2-ാം അധ്യായത്തിലെ 6-ലും 7-ലും അള്ളാഹു പറയുന്നത് സന്മാർഗം നൽകേണ്ടത് അള്ളാഹു ആണ്. അള്ളാഹു നമ്മുടെ കണ്ണും കാതും ഒക്കെ സീല് വെച്ചിരിക്കുന്നു. 6-ാം അധ്യായത്തിലെ 25, 110 അത് തന്നെ പറയുന്നത്. പിന്നെ 7-ാം അധ്യായത്തിലെ 100. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതിലൊക്കെ പഠിച്ചോ പറയണത് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിൽ യൂസ് യുവർ ബ്രെയിൻ. ഞാൻ ബ്രെയിൻ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇത് പറയുന്നത്. ജുബിൻ അറബിക് ടീച്ചർ ആയിരുന്നു, സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഉണ്ട്. ഇപ്പോ ഏത് മതത്തിലാണ് ജീവിക്കുന്നതെന്ന് സഫിയ. ഇറങ്ങിപ്പോവച്ചേ. അബ്ദുൽ ലത്തീഫിനെ ബ്ലോക്ക് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും പുലഭ്യം പറഞ്ഞിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്യാതിരുന്നതാണ് കേട്ടോ. മൂർത്തി, നബിയുടെ കാലത്ത് മക്കളുടെ അമ്മമാരെ ക്യാഷിന് വ്യഭിചരിപ്പിച്ചിരുന്നു എന്ന് ഹദീസ് ഉണ്ടല്ലോ. അതിന് ഈ മലരന്മാർക്ക് ഇതുവല്ല അറിയാമോ സുഹൃത്തെ? നമ്മളിത് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് മതം എന്ന ഭ്രാന്ത് ആദ്യം ഒഴിവാക്കണം, എന്നാലേ മനുഷ്യൻ നന്നാവത്തുള്ളൂ. സത്യം. ബൈജു കറക്റ്റാണ്. അത് ശരിയാണ് കേട്ടോ. ഹിദായത്ത് നൽകേണ്ടത് അല്ലാഹു ആണ്. എന്റെ മരണസമയം എങ്ങനെയാണെന്ന് ഒരുത്തം വന്ന് 100 വട്ടം പറയുന്നു. ഇവന്റെ മരണസമയം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിന്റെ തന്തയുടെ നല്ലടെ അറിയാടാ? ആർക്കും അറിയില്ലടേ. വർഗീയത ഒഴിവാക്കാൻ ഖുർആൻ എങ്ങനെയാടാ വർഗീയതയാകുന്നത്? ഖുർആനകത്തുള്ളതല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞു തരണ്ടാന്ന് ഒരുത്തന്നെ. പിന്നെ എന്തിനാണ് അവിടെ കയറി വന്നത്? ഇറങ്ങിപ്പോടാ. അബ്ദുൽ ലത്തീഫിന്റെ മുടി കളയാനെന്നാണ് എന്നെ വിളിക്കുന്നത്. ഉമ്മയോട് പറ മോനെ, ചെറുപ്പത്തിൽ ചെയ്തു തന്നിട്ടുള്ളതല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, പോയിക്കോ. നീ എന്തിനാ ആളുകളെ വഴി പഠിപ്പിക്കുന്നത്? ലബീബ ഖുർആനല്ലടി പെണ്ണെ വഴി പഠിപ്പിക്കുന്നത്, ഞാനാണ്. ഖുർആൻ പറഞ്ഞതല്ലേ. അപ്പോൾ നമുക്കിനി പിന്നീട് നാളെ കാണാം. വീണ്ടും നേരിൽ സന്ധിക്കും വരെ വണക്കം.